എൻ്റെ പേര് ഗ്ലാർമിന, അക്കാഡമിക് കൗൺസിലർ, ഇഗ്നോ, ആർസി കൊച്ചിൻ. അപ്പോൾ ഇന്ന് നമ്മളുടെ ഫൗണ്ടേഷൻസ് ഓഫ് സൈക്കോളജി BPCC 131 ക്ലാസ്സാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കിതിനകത്ത് ബ്ലോക്സ് ആയിട്ടാണ് 5 ബ്ലോക്സാണ് നമുക്കുള്ളത്. ഇതിനകത്ത് ബ്ലോക്ക് 1 സൈക്കോളജി വാട്ട് ഇറ്റ് ഈസ്, ബ്ലോക്ക് 2 പെർസെപ്ഷൻ, ലേണിംഗ് ആൻഡ് മെമ്മറി, ബ്ലോക്ക് 3 മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ, ബ്ലോക്ക് 4 പേഴ്സണാലിറ്റി ആൻഡ് ഇൻ്റലിജൻസ്, ബ്ലോക്ക് 5 ഗൈഡ് ലൈൻസ് ഫോർ പ്രാക്ടിക്കൽ. ഇങ്ങനെ 5 ബ്ലോക്സിലാണ് നമ്മളുടെ ഈ ഫുൾ പേപ്പർ പോകുന്നത്. ഇതിനകത്ത് ബ്ലോക്ക് 1 സൈക്കോളജി വാട്ട് ഇറ്റ് ഈസ് എന്ന് പറയുന്നത് ബ്ലോക്ക് 1 ആണ് നമ്മൾ ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ബ്ലോക്ക് 1 നമുക്ക് ഒരു യൂണിറ്റ് ആണുള്ളത്. യൂണിറ്റിന്റെ പേര് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് ആ ഫസ്റ്റ് സെക്ഷനിലേക്ക് കിടക്കാം. ഫസ്റ്റ് സെക്ഷൻ ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറയുന്നത് സൈക്കോളജി എന്ന് പറയുന്ന ആ വാക്ക് വന്നിരിക്കുന്നത് 2 ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ്, സൈക്ക് ആൻഡ് ലോഗോസ്. സൈക്ക് എന്ന് പറയുമ്പം ഇറ്റ് മീൻസ് സോൾ അല്ലെങ്കിൽ ലൈഫ് അല്ലെങ്കിൽ മൈൻഡ് എന്ന് പറയാം. ആൻഡ് ലോഗോസ് എന്ന് പറയുമ്പോൾ നോളജ് അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ, ഇങ്ങനെ നമുക്ക് പറയാം. സോ ഇപ്പോൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് സോൾ അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് മൈൻഡ്, ഇങ്ങനെയാണ് നമ്മളുടെ ഫസ്റ്റ് ആ ഒരു ഡെഫിനിഷൻ വരുന്നത്. അപ്പം സൈക്കോളജിസ്റ്റ് പൊതുവെ പ്രിഫർ ചെയ്യുന്നത് സോൾ എന്ന് പറയുന്നേക്കാൾ മൈൻഡ് എന്ന് പറയുന്ന ഒരു വേർഡാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ഇനി പല ഡെഫിനിഷൻസ് പറയുന്നുണ്ട് സൈക്കോളജിയിൽ. അതിൽ കുറച്ച് മേജർ ഡെഫിനിഷൻസ് നമ്മൾ പറയാം. ഒന്ന്, ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് ഹ്യൂമൻ ആൻഡ് ആനിമൽ ബിഹേവിയർ. ഇറ്റ്സ് എ സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് മെൻ്റൽ പ്രോസസ്സസ്. ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ മെൻ്റൽ പ്രോസസ്സസ് ആൻഡ് ബിഹേവിയർ. It is a science which studies mental processes, experiences, and behavior in different contexts. And it encompasses the biological influences, social pressures, and environmental factors that affect how people think, act, and feel. അപ്പോൾ നമ്മൾ ഈ ഡെഫിനിഷൻസിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് സയൻസ് എന്ന് പറയുന്ന വാക്ക് കോമൺ ആയിട്ട് നമ്മൾ കണ്ടു. പിന്നെ ബിഹേവിയർ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ കണ്ടു. ദെൻ മെൻ്റൽ പ്രോസസ്സസ് എന്ന് പറയുന്ന വാക്ക്. ഈ മൂന്നുമാണ് ഏറ്റവും ക്രിട്ടിക്കലായിട്ട് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഡെഫിനിഷൻ നമ്മൾ പറയുമ്പോൾ ഉൾക്കൊള്ളിക്കേണ്ട വാക്കുകൾ. ഇതിൽ ആ 3 പാർട്സ് ആണ് ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനകത്ത് സൈക്കോളജി ഒരു സയൻസ് ആണെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഇതൊരു സയൻസ് ആണെന്ന് പറയുന്നത്? നമ്മളൊരു സ്പെക്കുലേഷൻ അല്ലെങ്കിൽ നമ്മളൊരു ഊഹത്തിൽ നിന്നല്ല നമ്മൾ ഈ സൈക്കോളജി എന്ന് പറയുന്ന ഒരു വിഷയം വരുന്നത്. നമ്മൾ കൃത്യമായിട്ട് ഡാറ്റ എടുത്ത് അത് അനലൈസ് ചെയ്ത് കെയർഫുള്ളായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്ത് ആ ഈവൻറ്റ്സ് എല്ലാം റെക്കോർഡ് ചെയ്ത് അതൊരു എക്സ്പെരിമെൻ്റൽ കണ്ടീഷനിലായിരിക്കാം ചിലപ്പോൾ നമ്മൾ ആ ടെസ്റ്റ് ചെയ്തത്. അങ്ങനെ എല്ലാം വളരെ ഒബ്ജക്റ്റീവായിട്ടാണ് നമ്മൾ ഒരു ബിഹേവിയറിനെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈക്കോളജിയെ നമുക്കൊരു സയൻസ് സബ്ജക്റ്റായിട്ട് നമുക്ക് കണക്കിലെടുക്കാം. അടുത്തത് ബിഹേവിയർ ഇൻ ദ ഡെഫിനിഷൻ. ബിഹേവിയർ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ബിഹേവിയറിൽ പറയുന്നത് എന്താണ്? നമ്മളുടെ ഓവേർട്ട് ആക്ഷൻസ്, അതായത് നമ്മൾ നമുക്ക് പുറമേക്ക് കാണാൻ പറ്റുന്ന ആക്ഷൻസ് അല്ലെങ്കിൽ റിയാക്ഷൻസ്, അതാണ് ബിഹേവിയർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ചിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കരയുന്നു, നമ്മൾ ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മളുടെ എന്ത് അത്തരത്തിലുള്ള റിയാക്ഷൻസ് അല്ലെങ്കിൽ ആക്ഷൻസ്, ഇതിനെയാണ് നമ്മൾ ബിഹേവിയർ എന്ന് ഇതിനകത്ത് പറയുന്നത് ഈ ഡെഫിനിഷനിൽ. അടുത്തൊരു ടേം എന്ന് പറയുന്നത് മെൻ്റൽ പ്രോസസ്സസ് ആണ്. മെൻ്റൽ പ്രോസസ്സസ് എന്ന് പറയുമ്പം അത് ഇന്റേണൽ അല്ലെങ്കിൽ കോവേർട്ട് പ്രോസസ് എന്ന് പറയും. അതായത് എൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ എൻ്റെ പെരുമാറ്റം, ആ പെരുമാറ്റത്തിന് കാരണമായ എൻ്റെ ചിന്തകൾ, ഇത് എല്ലാം നമ്മൾ ഈ സൈക്കോളജി എന്ന് പറയുന്ന വിഷയത്തിൽ പഠിക്കുന്നു. അപ്പോൾ ഇതൊരു സയൻസ് ആണ്. ഇതിനകത്തൊരു ബിഹേവിയറിനെ പറ്റി നമ്മൾ പറയുന്നുണ്ട്, അത് ഹ്യൂമൻ അല്ലെങ്കിൽ അനിമൽ ബിഹേവിയറിനെ പറ്റി പറയുന്നുണ്ട്. ആ ബിഹേവിയർ ഉണ്ടാവാനുള്ള കാരണങ്ങൾ, അതാണ് നമ്മുടെ മെൻ്റൽ പ്രോസസ്സസ് എന്ന് പറയുമ്പോൾ. അതിനകത്ത് നമ്മളുടെ ചിന്തകളായിരിക്കാം, നമ്മളുടെ ഫീലിങ്സ് ആയിരിക്കാം, നമ്മളുടെ ഓർമ്മകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഓർത്തെടുക്കുന്നതായിരിക്കാം, റിമെമ്പറിങ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 പാർട്സ് ആണ് ഇതിനകത്ത് വരുന്നത് ഡെഫിനിഷൻ ഓഫ് സൈക്കോളജിയിൽ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു സൈക്കോളജി ഒരു സയൻസ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ സയൻസ് എന്ന് പറയുമ്പം അതിനകത്ത് വളരെ സിസ്റ്റമാറ്റിക് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ എപ്പോഴും സയൻസിൽ ഉപയോഗിക്കാറുണ്ട്. അതായത് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ ആ ഡാറ്റ എടുക്കുന്നതും അത് ഒബ്സർവ് ചെയ്യുന്നതും അത് അനലൈസ് ചെയ്യുന്നതും അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നതും. അതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഊഹത്തിൽ അല്ല നമ്മൾ പറയുന്നത്, ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനും ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരത്തിലൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രൊസീജിയർ ഉപയോഗിക്കുന്നത്.
സോ ദ ഡാറ്റ ഇസ് കളക്റ്റഡ് വെരി സിസ്റ്റമാറ്റിക്കലി ആൻഡ് ക്വാണ്ടിഫൈഡ്. അപ്പം നമ്മൾ ചിലപ്പോൾ ചില ഡാറ്റ നമ്മൾ നമ്മൾ ഇനി പറയും, അത് പിന്നീട് പറഞ്ഞു തരാം. ക്വാളിറ്റേറ്റീവ് അപ്രോച്ച്, ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം എന്തിനാണ് നമ്മൾ ഈ ക്വാളിറ്റേറ്റീവ് അപ്രോച്ചിലൂടെ നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ സൈക്കോളജി പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയാണ്. അപ്പം അത് നമുക്ക് പല തിയറീസ് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ മറ്റു ബിഹേവിയേഴ്സിനെ ഇനി വരാനുള്ള ബിഹേവിയേഴ്സ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് ഉപയോഗിക്കുന്നത്. അതുപോലെ ഞാൻ അതിൻ്റെ ഒരു ഫെർദർ എക്സ്പ്ലനേഷൻ ആണ്. നമുക്ക് രണ്ട് അപ്രോച്ചിൽ നമുക്ക് ഈ സൈക്കോളജി പഠിക്കാം. അപ്പം അതിനകത്ത് ഒരു അപ്രോച്ച് എന്ന് പറയുമ്പോൾ നോമോതെറ്റിക് അപ്രോച്ച് എന്നാണ്. അതൊരു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണ്. അപ്പം ഇതിൽ നമ്മൾ ആ ബിഹേവിയറിനെ നമ്മൾ ജനറേറ്റ് ചെയ്തതിന് ശേഷം അപ്പം അതൊരു എൻറ്റയർ പോപ്പുലേഷന് ഇത് ബാധകമാണോ എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കുറച്ചധികം നമ്പർ ഓഫ് ആളുകളെ വെച്ചിട്ടാണ് നമ്മൾ നോമോതെറ്റിക് അപ്രോച്ചിലൂടെ സ്റ്റഡി ചെയ്യുന്നത്. ആ സമയം ക്വാളിറ്റേറ്റീവ് അപ്രോച്ചിലൂടെ നമ്മൾ പഠിക്കുന്ന വേറൊരു അടുത്ത മെത്തേഡാണ് ഇഡിയോഗ്രാഫിക് അപ്രോച്ച് എന്ന് പറയുമ്പോൾ. ഇതിനകത്ത് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട്, ഫോർ എക്സാമ്പിൾ കേസ് സ്റ്റഡി പോലെ, അപ്പോൾ ഇൻഡെപ്ത് ആയിട്ട് അതുപോലെ യുണീക്ക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ ആളുകളുടെ എടുക്കുകയാണ്. അതൊരു ന്യൂമറിക്കൽ ഡാറ്റ ആയിട്ടല്ല നമ്മൾ എടുക്കുന്നത്, യുണീക്ക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. അതാണ് ഇഡിയോഗ്രാഫിക് അപ്രോച്ച് എന്ന് പറയുമ്പോൾ. അടുത്തത്, അപ്പം നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, ആ വാക്കുകൾ പറഞ്ഞു, സൈക്കോളജി എന്നൊരു വാക്ക് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് പറഞ്ഞു. സൈക്കോളജി ഒരു സയൻസ് ആണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി, ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജി. അപ്പം ഇതിൽ പറയുന്നത് സൈക്കോളജിയുടെ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത് ഫിലോസഫിയിൽ നിന്നാണ് എന്നാണ് പറയാം. സോ ഒരു ഇൻഡിപെൻഡന്റ് ഡിസിപ്ലിൻ ആയിട്ട് ഏകദേശം ഒരു 138 വർഷമാണ് നമ്മൾ കഴിഞ്ഞിരിക്കുന്നത്. അപ്പം അതിനകത്ത് തന്നെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ, അതായത് സൈക്കോളജി എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിന്റെ ഒരു മേജർ പ്രൊപ്പണൻസ് പറയുന്ന ആളുകളാണ് ഹെർമൻ എബിഗ്വസ്, സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, റെനെ ഡെക്കാർത്തെ. അങ്ങനെ കുറച്ച് ആളുകളിലേക്ക് നമ്മൾ ആ പേരുകളൊക്കെ നമ്മളൊന്ന് ഫെമിലിയറൈസ് ചെയ്ത് വെക്കുക. അപ്പം ആദ്യം ഇവരുടെ ചിന്തകളായിരുന്നു. ആദ്യമേ നമ്മൾ ഏതൊരു റിസർച്ചും അല്ലെങ്കിൽ ഏതൊരു ഫീൽഡ് വരുമ്പോൾ ആദ്യം ചിന്തകളാണ് വരിക. ഈ ചിന്തകളൊക്കെ ശരിയാണോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്തരം ചിന്തകൾ, ഇതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എക്സ്പെരിമെന്റ്സ് നടത്തുക എന്ന് പറയുന്നത്. അപ്പം എക്സ്പെരിമെന്റൽ മെത്തേഡ് നമ്മൾ ഡെവലപ്പ് ചെയ്തു. അപ്പം ഇതിനകത്ത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് ഫെഷ്നർ, ഗസ്റ്റവ് തിയോഡോർ ഫെഷ്നർ, സൈക്കോഫിസിക്സ്. അപ്പം മൈൻഡും ബോഡിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കാനും മൈൻഡും ബിഹേവിയർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കാനൊക്കെ എക്സ്പെരിമെന്റ്സ് പിന്നെ നടത്താൻ തുടങ്ങി. അതാണ് അടുത്തൊരു ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ. അപ്പം അതിന്റെ ഫസ്റ്റ് ലബോറട്ടറി, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഫസ്റ്റ് ലബോറട്ടറി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1879 അത് ലിപ്സിക്, ജർമ്മനിയിലാണ്, ബൈ വില്യം വൂണ്ട്. അതിന് ശേഷം നമ്മൾ പറയുന്നത് 1883 USA ഒരു ഫസ്റ്റ് ഫോർമൽ സൈക്കോളജിക്കൽ ലബോറട്ടറി ഡെവലപ്പ് ചെയ്തു. അത് വില്യം വൂണ്ട് സ്റ്റുഡൻ്റ് ആണ്, സ്റ്റാൻലി ഹോൾ ആണത് സെറ്റ് ചെയ്തത്. ആൻഡ് ദർ വാസ് മച്ച് പ്രോഗ്രസ് ബട്ട് മൂവിങ് എവേ ഫ്രം ഫിലോസഫി വാസ് ക്വൈറ്റ് ഡിഫിക്കൽട്ട്. അതായത് ഫിലോസഫി എന്ന് പറയുന്ന ആ ഒരു വലിയ സബ്ജക്റ്റിൽ നിന്ന് സൈക്കോളജിയെ ഒന്ന് വേർതിരിച്ചെടുക്കാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ പറയുന്നതാണ് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം പിന്നെ ഈ എക്സ്പെരിമെന്റ്സിനൊക്കെ ശേഷമാണ് പിന്നെ നമുക്ക് ബുക്സ്, ഒരു ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് സൈക്കോളജിയുടെ ഒരു ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി. അത് എഴുതിയത് വില്യം ജെയിംസ് ആണ്. ദെൻ സൈക്കോളജിസ്റ്റ് ആ ഒരു ബിഗിനിങ് തുടങ്ങി നമുക്കറിയാം. അപ്പം ഈ എക്സ്പെരിമെന്റ്സ്, അതായത് ഒരിക്കലും ഒരു ഊഹത്തിൽ നിന്നോ ഒരു സ്പെക്കുലേഷനിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഒപ്പീനിയനിൽ നിന്നോ ഒരു ബിലീഫിൽ നിന്നോ അല്ല സൈക്കോളജി ഡെവലപ്പ് ചെയ്യുന്നത്. എംപിരിക്കൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആദ്യമേ മുതൽ സൈക്കോളജി എന്നൊരു ഫീൽഡിലുണ്ടായിരുന്നു. സോ നമ്മൾ തിങ്കിങ്, നമ്മുടെ അറ്റൻഷൻ, നമ്മുടെ ഇമേജറി, ഇതെല്ലാം പഠിക്കാനായിട്ട് അത്തരത്തിലുള്ള എംപിരിക്കൽ അപ്രോച്ച് സൈക്കോളജിസ്റ്റ് തുടക്കം മുതലേ എടുത്തിരുന്നു. Then the experiments were done to study the mind and mental experiences. പിന്നീട് നമ്മളപ്പോൾ ഈ ഒരു തോട്ട് വന്നു, പിന്നെ അതിനുശേഷം നമ്മൾ എക്സ്പെരിമെന്റ്സ് നടത്തി. പിന്നെയാണ് നമുക്ക് ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് തോട്ട്, അതായത് ഓരോ വിഷയത്തെയും ഓരോ വ്യക്തിയെയും നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് പല
പല രീതിയിലൂടെ ഒരു വ്യക്തിയെ അറിയാൻ പറ്റും, പല രീതിയിലൂടെ ഒരു സിറ്റുവേഷനെ മനസ്സിലാക്കാൻ പറ്റും, പല രീതിയിലൂടെ നമുക്കൊരു സോഷ്യൽ ഇവന്റിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളൊരു പോയിന്റിലേക്ക് അടുത്തത് വരാണ്. സോ അതാണ് ഡിഫറെന്റ് സ്കൂൾസ് ഓഫ് തോട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ സൈക്കോളജിയിൽ തന്നെ ഡിഫറെന്റ് സ്കൂൾസ് ഓഫ് തോട്ട് ആണ് ഇനി അടുത്ത പോയിന്റ് ആയിട്ട് വരുന്നത്. സോ മേജർ സ്കൂൾസ് ഓഫ് തോട്ട്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഹിസ്റ്ററി പറയുമ്പം മേജർ സ്കൂൾസ് ഓഫ് തോട്ട് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. സ്കൂൾസ് ഓഫ് തോട്ട് എന്നും പറയാം, മെയിൻ പെർസ്പെക്റ്റീവ്സ് എന്നും നമുക്ക് പറയാം, ഇങ്ങനെ രണ്ട് രീതിയിലും പറയാം. സോ അതിനകത്ത് ഫസ്റ്റ് വരുന്നത് സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് ആണ്, അല്ലെങ്കിൽ സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ട് ആണ്. അപ്പം ഇത് സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ആ ഒരു തോട്ട് ആദ്യം വന്നത് വില്യം വൂണ്ടും ആൻഡ് എഡ്വേർഡ് ടിച്ച്നർ, വൂണ്ടിന്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം ഇവര് രണ്ടുപേരുമാണ് ഈ ഒരു ഫസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് ഡെവലപ്പ് ചെയ്തത്. അപ്പം ഇതില് മൈൻഡിന്റെ സ്ട്രക്ചറിനെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവർ എടുക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്, ആ ഒരു കോൺഷ്യസ് ആയിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ആ വ്യക്തി ഉള്ളിലേക്ക് ചിന്തിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ആ വ്യക്തിയെ തന്നെ നോക്കി കാണുന്ന ഒരവസ്ഥ, അതിൽ നിന്ന് നമ്മൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരവസ്ഥ, ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഇൻട്രോസ്പെക്ഷൻ എന്നാണ് ആ ഒരു മെത്തേഡിനെ പറഞ്ഞിരുന്നത്. ടു അണ്ടർസ്റ്റാൻഡ് ദ ബേസിക് എലമെന്റ്സ് ഓഫ് കോൺഷ്യസ്നെസ് യൂസിങ് എ മെത്തേഡ് നോൺ ആസ് ഇൻട്രോസ്പെക്ഷൻ. ഓക്കെ, അപ്പം ഈ ഇൻട്രോസ്പെക്ഷനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളുടെ മൈൻഡിന്റെ സ്ട്രക്ചറിനെയാണ്. അപ്പൊ അതിനകത്ത് നമ്മുടെ തോട്ട്സ് വരും, നമ്മുടെ എക്സ്പീരിയൻസസ് വരും, നമ്മുടെ ഇമോഷൻസ് വരും, ബേസിക് എലമെന്റ്സ് വരും. ഇങ്ങനെയാണ് സൈക്കോളജിയുടെ ഫസ്റ്റ് തോട്ടിൽ പറയുന്നത്. അപ്പം ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് മാനസികമായിട്ട് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ തളർച്ചയുള്ളവർക്ക് അവർക്ക് അവരെ തന്നെ നോക്കിക്കാണാനോ അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് തന്നെ മനസ്സിലാക്കാനോ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതാണ് ഇതിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറഞ്ഞിരുന്നത്. അടുത്തത് ഫങ്ഷണലിസം. ഫങ്ഷണലിസത്തിൽ പറയുന്നത് അത് ഡെവലപ്പ് ചെയ്തത് ഡാർവിന്റെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷന്റെ ബേസിലാണ് ഈ ഒരു ഫങ്ഷണലിസം എന്ന് പറയുന്ന സ്കൂൾ ഡെവലപ്പ് ചെയ്തത്. അപ്പം ഇതിൽ പറയുന്നത് നമ്മളുടെ ആ ഒരു ഫോക്കസ് ഓഫ് സ്റ്റഡി എന്ന് പറയുമ്പം സ്ട്രക്ചർ ഓഫ് മൈൻഡ് അല്ല, മറിച്ച് ഫങ്ഷൻസ് ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ, അതായത് ലേണിംഗ്, മെമ്മറി, പ്രോബ്ലം സോൾവിങ്, മോട്ടിവേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫങ്ഷണലിസത്തിൽ കുറച്ച് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. അപ്പം ഇതില് നമ്മളുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകൾ എങ്ങനെ വരുന്നു, നമ്മുടെ ബിഹേവിയർ എങ്ങനെ വരുന്നു, ഇതെങ്ങനെ ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൈകാര്യം ചെയ്യാനും കോംപ്ലെക്സ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ജീവിച്ചു പോവാനും ഒരു വ്യക്തിയെ എങ്ങനെ പ്രാപ്തനാക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഈ ഫങ്ഷണലിസത്തിൽ പറയുന്നത്. അതിൽ വില്യം ജെയിംസ് അദ്ദേഹമാണ് ഒരു മെയിൻ കോൺട്രിബ്യൂട്ടർ ആയിട്ട് പറയുന്നത്. So he was concerned on how the mind allows people to function in the real world. അപ്പൊ നമ്മളുടെ ഈ റിയൽ വേൾഡിൽ എങ്ങനെയാണ് മൈൻഡ് ആളുകളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഫങ്ഷണലിസത്തിൽ പറയുന്നത്. അടുത്തത് ജസ്റ്റാൾ സൈക്കോളജിയാണ്. ആണ് തേർഡ് ഒരു സ്കൂൾ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ പറയുന്നത് സെൻസേഷൻസിനെയാണ് നമ്മൾ കൂടുതലും പഠിച്ചിരുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പൊ സെൻസേഷൻ എന്ന് പറയുമ്പോൾ ആ സെൻസേഷനിൽ നമുക്ക് എല്ലാം ഒരു ഓർഗനൈസ്ഡ് വേയിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ ഒരു ഹോൾ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുമാണ് ഈ ഒരു ജസ്റ്റാൾ സൈക്കോളജിയിൽ പറയുന്നത്. ഇപ്പൊ ഞാൻ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇതിന് നിങ്ങൾ ട്രയാങ്കിൾ ആയിട്ട് നിങ്ങൾ അത് അസ്യൂം ചെയ്യാണ്. അപ്പൊ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇതിന്റെ ഈ ലൈൻ ചേർന്ന് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ നമ്മൾ അതിനെ ഒരു ഹോൾ ആയിട്ട് ട്രയാങ്കിൾ ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. സോ അങ്ങനെയുള്ള കുറച്ച് ലോ ഓഫ് ഓർഗനൈസേഷൻ പ്രിൻസിപ്പിൾസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു ജസ്റ്റാൾ സൈക്കോളജിയിൽ പറയുന്നത്. അപ്പൊ എന്തിനെ നമ്മൾ ഒരു മുഴുവനായിട്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് എന്നാണ് പറയാം. So they emphasized upon the whole nation of sensory experience, connecting the sensations to relations and organizations as a whole. അടുത്തത് ബിഹേവിയറിസം ആണ്. ബിഹേവിയറിസം മുതൽ നമുക്ക് ഒരു കറന്റ്ലി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പെർസ്പെക്റ്റീവ്സ് ബിഹേവിയറിസം മുതലാണ് വരുന്നത്. സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, ജസ്റ്റാൾട്ട് ഒക്കെ ഉണ്ടെങ്കിലും ബിഹേവിയറിസം മുതലാണ് നമ്മളുടെ ഒരു റീസൺ പെർസ്പെക്റ്റീവ്സിൽ നമുക്ക് പെടുത്താൻ പറ്റുന്നത്. സോ ബിഹേവിയറിസം നമ്മൾ പറയുമ്പം അതിനകത്ത് മെയിൻ പ്രൊപ്പണൻസ് പറയുന്നത് ജോൺ ബി വാട്സൺ, ബി എഫ് സ്കിന്നർ ആൻഡ് ഇവാൻ പാവ്ലോ. അപ്പം ഇവര് പറയുന്നത് എന്താണ്, നമ്മളുടെ ഒരു മൈൻഡ് അല്ലെങ്കിൽ നമ്മളൊരു സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്നത് ബിഹേവിയർ, അതായത് ഒബ്സർവബിൾ ഫോംസ് ഓഫ് ബിഹേവിയർ, ഇതാണ് നമ്മൾ ബിഹേവിയറിസത്തിൽ പഠിക്കുന്നത്. സോ അപ്പൊ സൈക്കോളജി എന്ന് പറയുന്നത് പെരുമാറ്റത്തെ കുറിച്ച് നമ്മൾ പഠിക്കുക. ഓരോ വ്യക്തിയുടെ, അത് അനിമൽ ആയിക്കോട്ടെ ഹ്യൂമൻ ആയിക്കോട്ടെ, ആ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുക, അതാണ് സൈക്കോളജി എന്നാണ്
ആണ് ബിഹേവിയറിസത്തിന്റെ ഒരു വ്യൂ പോയിന്റിൽ പറയുന്നത്. സോ അപ്പൊ അവര് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ബിഹേവിയർ പഠിക്കാനും അതുപോലെ ആനിമൽസും ഹ്യൂമൻസും എൻഗേജ് ചെയ്യുന്ന രീതികൾ പഠിക്കാനും ഒക്കെയായിരുന്നു ഈ ബിഹേവിയറിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ പറയുന്നത്. അപ്പം ഇതിനെ അനുസരിച്ചിട്ട് അവർ 2-3 തിയറീസ് പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലേണിങ്ങിലൊക്കെ നമ്മൾ പഠിക്കും. ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറന്റ് കണ്ടീഷനിങ്, ദെൻ ഒബ്സർവേഷൻ ലേണിംഗ്, ഇങ്ങനെ ഒരുപാട് പ്രിൻസിപ്പിൾസ്, ബേസിക് പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ലേണിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അതാണ് ബിഹേവിയറിസം എന്ന് പറയുമ്പോൾ. നെക്സ്റ്റ് സൈക്കോ അനാലിസിസ്. ഇത് മിക്കവാറും കുറച്ച് പേർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ധാരണ ഉണ്ടാവും. ബിക്കോസ് നമ്മൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുകയും ഏറ്റവും കൂടുതൽ നമ്മളെ ക്യൂരിയസ് ആക്കുന്ന ഒരു വ്യക്തിയാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അപ്പൊ ഫ്രോയിഡ് ആണ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് കൊണ്ടുവന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു വ്യൂ പോയിന്റ് അനുസരിച്ച്, അല്ലെങ്കിൽ ഇദ്ദേഹം പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ അൺകോൺഷ്യസ് ആയിട്ടുള്ള മോട്ടിവേഷൻ, അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാത്ത, അല്ലെങ്കിൽ നമ്മളുടെ കോൺഷ്യസ് ലെവലിൽ നിന്ന് മാറി നിൽക്കുന്ന നമ്മുടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള മോട്ടിവേഷൻസ്, ഡിസയേഴ്സ്, ഏർജസ്, ഇതൊക്കെയാണ് നമ്മളെ വളർത്തുന്നതും നമ്മൾക്ക് ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി ആയിക്കോട്ടെ അല്ലെ അൺഹെൽത്തി പേഴ്സണാലിറ്റി ആയിക്കോട്ടെ, ഇതിനെല്ലാം കാരണങ്ങൾ നമ്മളുടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള മോട്ടിവേഷൻസ്, ഏർജസ്, വിഷസ് ഒക്കെയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുപോലെ ഇദ്ദേഹം വളരെ സ്ട്രെസ് ചെയ്തെന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഏർലി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ്. അതായത് നമ്മൾക്ക് എത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ളൊരു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഉണ്ടോ അത്രയും ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി ആയി നമ്മൾ മാറും. തിരിച്ചും നമ്മൾക്ക് അൺഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ബിറ്റർ ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി നമ്മുടെ പേഴ്സണാലിറ്റി അൺഹെൽത്തി ആക്കി മാറ്റും. ഇതാണ് ഇദ്ദേഹത്തിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് വരുന്നത്. So Freud believed that urges and drives are expressed in behavior and thought. സോ നമ്മളുടെ അപ്പോൾ ഫോക്കസ് എന്ന് പറയുന്നത് എപ്പോഴും അൺകോൺഷ്യസ് തോട്ട്സ്, മെമ്മറീസ്, ഫീലിങ്സ്, ഇതിനാണ് അദ്ദേഹം കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അപ്പം അത് എത്രത്തോളം നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും, ഒരു വ്യക്തിയുടെ അൺകോൺഷ്യസ് തോട്ട്സ്, മെമ്മറീസ്, അത് നമുക്ക് പല മാർഗങ്ങളുണ്ട്. ഡ്രീം അനാലിസിസ്, ദെൻ അനാലിസിസ് ഓഫ് ഇന്റർഫറൻസ്, അനാലിസിസ് ഓഫ് ട്രാൻസ്ഫറൻസ്, ഇങ്ങനെ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ അപ്പം അത്തരത്തില് നമുക്ക് പല മെത്തേഡ്സിലൂടെ നമ്മുടെ തന്നെ അൺകോൺഷ്യസ് തോട്ട്സിനെ പുറത്തേക്ക് എടുക്കാനും ആ തോട്ട്സ് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പല തെറപ്പീസിലൂടെ നമ്മൾക്ക് അതിനെ ശരിയാക്കി എടുക്കാനും നമ്മളെ മെച്ചപ്പെട്ട ഒരു പേഴ്സണാലിറ്റി ആക്കി മാറ്റാനും പറ്റും എന്നുള്ളതാണ് ഫ്രോയിഡിന്റെ ഒരു കോൺസെപ്റ്റ്. ഫ്രോയിഡിന് ശേഷം വന്നിരിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു പ്രിൻസിപ്പിൾസിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ആളുകളാണ് കാൾ യുങ്, ആൽഫ്രഡ് അഡ്ലർ, കാരൻ ഹോർണി ആൻഡ് എറിക് എറിക്സൺ. ഇവരെ ആ ഒരു ഗ്രൂപ്പിനെ പറയുന്ന നിയോ ഫ്രോയിഡിയൻസ് ആണ്. അവരുടെ അപ്രോച്ചിനെ സൈക്കോ ഡൈനാമിക് അപ്രോച്ച് എന്നാണ് പറയുക. നെക്സ്റ്റ് ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ് ആണ്. ഇത് നമ്മൾ കണക്കാക്കുന്നത് ഇതിലൊരു തേർഡ് ഫോഴ്സ് ഇൻ സൈക്കോളജി എന്നാണ് പറയുന്നത്. ഇതില് എപ്പോഴും നമ്മളിപ്പം നേരത്തെ സൈക്കോ അനാലിസിസിലെ ഫ്രോയിഡിന്റെ പെർസ്പെക്റ്റീവിൽ പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന ഒരു ഡിറ്റർമിനിസം എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ആണ് അതിനകത്ത് വരുന്നത്. അതായത് നമ്മൾ ഒന്നായി വന്നപ്പോഴേക്കും നമ്മളെ ചൈൽഡ്ഹുഡും അല്ലെങ്കിൽ നമ്മുടെ അൺകോൺഷ്യസ് കാര്യങ്ങളൊക്കെയാണ്, അൺകോൺഷ്യസ് മോട്ടിവേഷൻസ് ഒക്കെയാണ് നമ്മളെ നയിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരുന്നെങ്കിൽ ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ പറയുന്നത് നമ്മൾക്ക് നമ്മളുടെ ലൈഫിനെ എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളൊരു എബിലിറ്റി എല്ലാ മനുഷ്യരിലും ഉണ്ട് എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവാണ് ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. സോ വി ഹാവ് ദ ഫ്രീ വിൽ ആൻഡ് വി ഹാവ് ദ ഫ്രീഡം ടു ചൂസ് വൺസ് ഡെസ്റ്റിനി, സ്ട്രൈവ് ഫോർ സെൽഫ് ആക്ച്വലൈസേഷൻ ആൻഡ് അച്ചീവ്മെന്റ് ഓഫ് വൺസ് ഓൺ പൊട്ടൻഷ്യൽ. അപ്പൊ നമ്മൾക്ക് നമ്മുടെ ലൈഫിനെ ഏത് രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു പൊട്ടൻഷ്യൽ നമ്മൾക്കുണ്ട്. ആ പൊട്ടൻഷ്യലിനെ തിരിച്ചറിയാനും അങ്ങനെ ആ വ്യക്തികളെ അവരെ അച്ചീവ് ചെയ്യിപ്പിക്കാനും അവരുടെ പൊട്ടൻഷ്യൽ ഫുൾഫിൽ ചെയ്യിക്കാനും ഉള്ളൊരു ഫോക്കസ് ആണ് ഈ ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ പറയുന്നത്. നെക്സ്റ്റ് ഇസ് കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ്. ഇപ്പൊ കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ്, കോഗ്നിഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഹയർ ഓർഡർ മെന്റൽ പ്രോസസ്സസ് ആണ്. ലൈക്ക് ഇന്റലിജൻസ്, മെമ്മറി, ലാംഗ്വേജ്, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, ഇതെല്ലാം കോഗ്നിറ്റീവ് ഹയർ മെന്റൽ പ്രോസസ്സസിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ എന്തുകൊണ്ട് പെരുമാറുന്നു എന്ന് പറയുന്നത് നമ്മളുടെ പ്രോസസ്സിങ് എങ്ങനെയാണ് അതിനനുസരിച്ചാണ് നമ്മൾ പെരുമാറുന്നത്. അപ്പോൾ ആ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് എൻ്റെ ഇന്റലിജൻസിനനുസരിച്ച്, എൻ്റെ ലാംഗ്വേജ് അനുസരിച്ച്, എൻ്റെ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി അനുസരിച്ച്, എൻ്റെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി അനുസരിച്ച്, എൻ്റെ മെമ്മറി അനുസരിച്ചിട്ടാണ് എൻ്റെ ബിഹേവിയർ വരുന്നത്.
ഓക്കെ, അപ്പം അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഒരു അൺഹെൽത്തി അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ഇമോഷൻസ് അല്ലെങ്കിൽ ബിഹേവിയേഴ്സിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് പറയുന്നത്. സോ അതാണ് കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവിൽ പറയുന്നത്. നെക്സ്റ്റ് സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവ്. ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു ഘടകത്തിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്. അതായത് ആ വ്യക്തി ഒരു വയലൻസ് കാണിക്കുന്ന ഒരു അഗ്രസീവ് പേഴ്സൺ ആണെങ്കിൽ അതിന്റെ കാരണങ്ങൾ അദ്ദേഹത്തിന്റെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും എന്നുള്ളതാണ് സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവിൽ പറയുന്നത്. സോ എൻ്റെ എൻവയോൺമെന്റ്, എൻ്റെ സോഷ്യൽ നോംസ്, എൻ്റെ ക്ലാസ് ഡിഫറൻസസ്, എൻ്റെ എത്നിക് ഐഡന്റിറ്റി, ഇതെല്ലാമാണ് എന്നെ ഈ ഒരു പെർട്ടിക്കുലർ രീതിയിൽ ബിഹേവ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ് സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവിൽ പറയുന്നത്. സോ എൻവയോൺമെന്റൽ മാനിപ്പുലേഷനിലൂടെ നമുക്ക് ഒരു വ്യക്തിയെ ഒരു പരിധിവരെ മാറ്റാൻ കഴിയും എന്ന് പറയുന്ന ഒരു വിശ്വാസമാണ് ഈ ഒരു സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവിൽ അവർ പറയുന്നത്. നെക്സ്റ്റ് ഇസ് ബയോളജിക്കൽ പെർസ്പെക്റ്റീവ്. ഇതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നെർവസ് സിസ്റ്റം, നമ്മുടെ ഹോർമോൺസ്, നമ്മുടെ ബ്രെയിൻ കെമിക്കൽസ് ലൈക്ക് സെറോട്ടോണിൻ അല്ലെങ്കിൽ പിന്നെ ഓക്സിറ്റോസിൻ, അങ്ങനെയുള്ള നമ്മളുടെ ആ ബ്രെയിൻ കെമിക്കൽസ്, നമ്മളുടെ ആ കെമിക്കൽസിന്റെയും അല്ലെങ്കിൽ ഗ്ലാൻഡുലർ സിസ്റ്റം, ഇതാണ് നമ്മളുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഇവരുടെ ഒരു വ്യൂ പോയിന്റ്സ് അനുസരിച്ച് ഒരു ക്രിമിനൽ അങ്ങനെ ആവുന്നത് അവരുടെ ബ്രെയിൻ സ്ട്രക്ചർ അനുസരിച്ചും അവരുടെ നെർവസ് സിസ്റ്റം, ഇങ്ങനെയുള്ള അവരുടെ ബ്രെയിൻ കെമിക്കൽസ്, ഗ്രാനുലർ സിസ്റ്റം, ഇതിന്റെ വർക്കിംഗ് അനുസരിച്ചാണ് അവരൊരു ക്രിമിനലായി മാറുന്നത്. ആ ബ്രെയിൻ നമ്മളുടെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളും ക്രിമിനലായി പോകാം, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന അതേ കാര്യങ്ങൾ നമ്മളും ചെയ്യും എന്നുള്ളതാണ് ബയോളജിക്കൽ പെർസ്പെക്റ്റീവിൽ പറയുന്നത്. നെക്സ്റ്റ് ഇസ് എവല്യൂഷണറി പെർസ്പെക്റ്റീവ്. ഇതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ദിസ് പെർസ്പെക്റ്റീവ് ഈസ് ഇൻസ്പയർഡ് ബൈ ചാൾസ് ഡാർവിൻ. ഡാർവിന്റെ നാച്ചുറൽ സെലക്ഷൻ തിയറി അനുസരിച്ചിട്ടാണ് പോകുന്നത്. അപ്പം എന്തൊരു ബിഹേവിയറും നമ്മൾ സംഭവിക്കുന്ന, നമ്മൾ എന്തൊരു ബിഹേവിയർ നമ്മൾ കാണിക്കുന്നതിന്റെ കാരണം നമ്മൾക്ക് എവിടെയെങ്കിലും സർവൈവ് ചെയ്യാൻ അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ, അങ്ങനെ ആ ഒരു പ്രോസസ്സിന് വേണ്ടി, അതായത് അഡാപ്റ്റബിലിറ്റി അല്ലെങ്കിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയിലൂടെയാണ് നമ്മളുടെ ഓരോ ബിഹേവിയറും നമുക്ക് വരുന്നത് എന്നുള്ളതാണ് എവല്യൂഷണറി പെർസ്പെക്റ്റീവിൽ പറയുന്നത്. സോ ഇനി ഞാൻ ഒന്ന് സമ്മറൈസ് ചെയ്ത് വേഗം ഒന്ന് പറയാം. സ്ട്രക്ചറലിസത്തിനകത്ത് ഐഡന്റിഫൈ ദ ബേസിക് എലമെന്റ്സ് ആയിരുന്നു. ഫങ്ഷണലിസത്തിനകത്ത് എങ്ങനെയാണ് ആ മൈൻഡ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. സൈക്കോ അനാലിസിസിൽ അൺകോൺഷ്യസ് തോട്ട്സ്, ഫീലിങ്സ്, മെമ്മറീസ് ആൻഡ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ആണ് പറയുന്നത്. ദെൻ ജെസ്റ്റാൾട്ടിൽ ആ പെർസെപ്ഷനും സെൻസേഷനാണ് നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത്. ബിഹേവിയറിസത്തിൽ ഒബ്സർവബിൾ ബിഹേവിയറിനാണ് ഫോക്കസ് കൊടുക്കുന്നത്. ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവില് സെൽഫ് ആക്ച്വലൈസേഷൻ, ഫ്രീ വില്ലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കോഗ്നിറ്റീവില് നമ്മളുടെ സ്റ്റഡി ഓഫ് മെന്റൽ പ്രോസസ്സസ് ലൈക്ക് പെർസെപ്ഷൻ, തിങ്കിങ്, മെമ്മറി, ഇതിനാണ് ഫോക്കസ് കൊടുക്കുന്നത്. സോഷ്യോ കൾച്ചറലില് നമ്മളെ സോഷ്യൽ സിറ്റുവേഷൻസ് ആൻഡ് കൾച്ചേഴ്സ് ആണ് നമ്മളെ ഒരു പെർട്ടിക്കുലർ രീതിയിൽ ബിഹേവ് ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ദെൻ ബയോളജിക്കല് ജനറ്റിക് ഇൻഫ്ലുവൻസ്, ഹോർമോൺസ് ആൻഡ് ന്യൂറൽ മെക്കാനിസം, ഇതാണ് ഫോക്കസ് കൊടുക്കുന്നത്. എവല്യൂഷണറില് ഇറ്റ്സ് കൺസേൺ വിത്ത് എവല്യൂഷണറി ഒറിജിൻ ഓഫ് ബിഹേവിയർ. നെക്സ്റ്റ് കംസ് സബ് ഫീൽഡ്സ് ഓഫ് സൈക്കോളജി. നമുക്കറിയാം സൈക്കോളജി എന്ന് പറയുന്ന ആ ഒരു ഫീൽഡ് ഒത്തിരി ഡെവലപ്പ് ചെയ്ത് വരികയാണ്. പല ഇപ്പം ഓൺകോ സൈക്കോളജി, അങ്ങനെ പല ഫീൽഡ്സും ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അതിനകത്ത് ഇപ്പം ഈ ഒരു പേപ്പറിൽ നമ്മളൊരു ഏർലി അല്ലെങ്കിൽ ഒരു പ്യുവർ ബേസിക് ആൻഡ് അപ്ലൈഡ് എന്ന് പറയുന്ന 2 ഫീൽഡാണ് മെയിൻ ആയിട്ട് വരുന്നത്. പക്ഷെ ഇതിലിപ്പം മിക്സപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ സബ് ഫീൽഡ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ വേറെ ബുക്സുകൾ റെഫർ ചെയ്യണം. അതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ പല ഫീൽഡ്സും പല എമർജിങ് ഫീൽഡ്സിനെ കുറിച്ചിട്ടുള്ള ഐഡിയാസും കിട്ടും. സോ സബ് ഫീൽഡ്സ് ഓഫ് സൈക്കോളജി. അപ്പം അതിന് മുന്നേ നമ്മൾ സൈക്കോളജിസ്റ്റ് ആരാണ്, സൈക്യാട്രിസ്റ്റ് ആരാണ്, സൈക്യാട്രിക് സോഷ്യൽ വർക്കർ ആരാണ് എന്നുള്ള ആ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. സോ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഡോക്ടറേറ്റ് ഡിഗ്രി ഇൻ സൈക്കോളജി ഉണ്ടാവും, പക്ഷെ അതൊരു മെഡിക്കൽ ഡിഗ്രി അല്ല. So after academic training and specialization in a specific area, the psychologist works in a particular vocational setting or a career. Then psychiatrist എന്ന് പറയുമ്പോൾ അവർ ഒരു മെഡിക്കൽ ഡിഗ്രി ഇൻ സൈക്യാട്രി കിട്ടിയ ആളുകളാണ്. അവർ ഡയഗ്നോസ് ചെയ്യും, ട്രീറ്റ് ചെയ്യും, അതുപോലെ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള ഒരു റൈറ്റും ഇവർക്കാണ് ഉള്ളത്. ദെൻ സൈക്യാട്രിക് സോഷ്യൽ വർക്കർ, ഇവര് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടാവും. സൈക്യാട്രിക് സോഷ്യൽ വർക്കേഴ്സിന് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ദിസ് ഏരിയ ഉണ്ടാവും. അതായത് സോഷ്യൽ വർക്കറിൽ സൈക്യാട്രി, മെഡിക്കൽ ആൻഡ് സൈക്യാട്രി സ്പെഷ്യലൈസേഷൻ എടുത്തവരായിരിക്കും.
അപ്പം ഇവരുടെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും, അവർ ജീവിക്കുന്നത്, അതായത് ഒരു പ്രോബ്ലം ഉള്ള ഒരു വ്യക്തി ജീവിക്കുന്നത് അല്ലെങ്കിൽ പ്രോബ്ലം ഉള്ള ഒരു സിറ്റുവേഷനിലുള്ള ആ ഒരു എൻവയോൺമെന്റിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്താൻ പറ്റും, അത് എങ്ങനെ ആ ഒരു സൈക്കോളജിക്കൽ ഡിസോർഡറിനെ അല്ലെങ്കിൽ സിറ്റുവേഷനെ മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് സൈക്കാട്രിക് സോഷ്യൽ വർക്കേഴ്സ് നോക്കുന്നത്. സോ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അവർ മെയിൻലി കൗൺസിലിംഗ് ആൻഡ് തെറപ്പി ആയിരിക്കാം. സൈക്കാട്രിസ്റ്റ് എന്ന് പറയുമ്പോൾ അവരുടെ ഡയഗ്നോസിസും അതുപോലെ ട്രീറ്റ്മെന്റ് വിത്ത് ബൈ പ്രിസ്ക്രൈബിങ് മെഡിസിൻസ് ആണ്. സൈക്കാട്രിക് സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ അവര് ഈ ക്ലയന്റ് അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് എവിടെയാണോ അവിടെ അവരുടെ ആ എൻവയോൺമെന്റൽ കണ്ടീഷൻസിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്താൻ പറ്റും എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. Okay. Next comes the major subfields of psychology. And at the first one, cognitive psychology. ഇപ്പൊ ഇതിൽ നമ്മൾ നേരത്തെ കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവിൽ നമ്മൾ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഒരു ഹ്യൂമൻ മൈൻഡ് തിങ്ക് ചെയ്യുന്നത്, റിമെമ്പർ ചെയ്യുന്നത്, ലേൺ ചെയ്യുന്നത്, എങ്ങനെ നമ്മൾ ചിന്തിക്കുന്നു, എങ്ങനെ നമ്മൾ ഓർത്തിരിക്കുന്നു, എങ്ങനെ നമ്മൾ പഠിക്കുന്നു, അതിനനുസരിച്ചിട്ടാണ് നമ്മളെ ബിഹേവിയേഴ്സ് പോകുന്നത് എന്നുള്ളതാണ് കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ പറയുന്നത്. So the psychological principles are applied to understand the decision-making process and how we perceive the world എന്നുള്ളതാണ് കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് ശ്രദ്ധിക്കുന്നത്. ദെൻ ക്ലിനിക്കൽ സൈക്കോളജി, ഇവര് കൂടുതലും അസസ്മെന്റ്, ഡയഗ്നോസിസ്, കോസസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ്, ഇതാണ് ഈ ഒരു ഫീൽഡിൽ വരുന്നത്. നെക്സ്റ്റ് കൗൺസിലിംഗ് സൈക്കോളജി. കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കൂടുതലും ഒരു മൈൽഡർ ആയിട്ടുള്ളൊരു ഇമോഷണൽ പേഴ്സണൽ പ്രോബ്ലംസ് ഇതിനെ ഫോക്കസ് ചെയ്തിട്ട് അത്തരത്തിലുള്ള പ്രോബ്ലംസുമായിട്ട് വരുന്നവർക്ക് നമ്മൾ കൗൺസിലിങ്ങും സൈക്കോതെറപ്പി, അതുപോലെ ഈ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് തന്നെ അവർ കരിയർ ചോയ്സസ് കൊടുക്കാറുണ്ട്, എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് അവർ കൊടുക്കാറുണ്ട്, ടെസ്റ്റുകൾ അവർ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പം ഈ ടെസ്റ്റുകൾ വെച്ചിട്ട് അവർ ഓരോ വ്യക്തിയെയും അസസ് ചെയ്യാനും അതുപോലെ കൗൺസിലേഴ്സ് ഇവർക്കിപ്പം പ്രോബ്ലംസ് ലൈക്ക് ഇപ്പോൾ ഫാമിലി പ്രോബ്ലംസ് അല്ലെങ്കിൽ മാരിറ്റൽ പ്രോബ്ലംസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യാനൊക്കെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ് വരാറ്. ദെൻ എൻവയോൺമെന്റൽ സൈക്കോളജി. ഇപ്പം ഇതിൽ പറയുന്നത് എൻവയോൺമെന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അതായത് നമ്മൾ ഏതൊരു എൻവയോൺമെന്റിലാണോ ആ എൻവയോൺമെന്റ് ഇംപ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റിൽ നമ്മളുടെ ഒരു ഇന്ററാക്ഷൻ എങ്ങനെയാണോ അതിനെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻവയോൺമെന്റൽ സൈക്കോളജിസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ സ്കൂൾ സൈക്കോളജി. സ്കൂൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ അറിയാലോ, സ്കൂൾ പ്രോഗ്രാംസ് ആയിരിക്കും അവർ കൂടുതൽ കൊടുക്കുക. അതുപോലെ തന്നെ അവർ എലിമെന്ററി ആൻഡ് സെക്കൻഡറി സ്കൂൾ ചിൽഡ്രനിലായിരിക്കും അവർ കൂടുതൽ വർക്ക് ചെയ്യുക. അതുകൂടാതെ ടീച്ചേഴ്സിൽ, പേരൻസിൽ, സ്കൂൾ അഡ്മിനിസ്ട്രേഷനിൽ. അപ്പം എങ്ങനെയാണ് കുട്ടികളെ മെച്ചപ്പെടുത്താൻ പറ്റുക, ഒരു ഓവറോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എങ്ങനെ കുട്ടികളിൽ സംഭവിക്കും എന്നുള്ളതാണ് ഇവരുടെ ഒരു ഫോക്കസ് വരുന്നത്. സോ അതുപോലെ തന്നെ കരിക്കുലത്തിലും അവർ ശ്രദ്ധിക്കാറുണ്ട്. എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് അവർ ഒരു ലോങ് ടേം അവർക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, ഒരു എഫിഷ്യൻസി സ്കൂളിലെ ലേണിംഗ് എഫിഷ്യൻസി എങ്ങനെ കൂട്ടാൻ പറ്റും എന്നുള്ളതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ എക്സ്പെരിമെന്റൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ കൺട്രോൾ എക്സ്പെരിമെന്റൽ കണ്ടീഷനിൽ നമ്മൾ എക്സ്പെരിമെന്റ്സ് നടത്തി ആ എക്സ്പെരിമെന്റ്സിന്റെ ബേസിസിൽ നമ്മൾ തിയറീസ് ഡെവലപ്പ് ചെയ്യുക, ഇങ്ങനെ കാര്യങ്ങളാണ് എക്സ്പെരിമെന്റൽ സൈക്കോളജിയിൽ വരിക. സോ കൺട്രോൾ എക്സ്പെരിമെന്റ്സ് ലബോറട്ടറിയിലായിരിക്കും അല്ലെങ്കിൽ ഫീൽഡ് എക്സ്പെരിമെന്റ്സും വരാം. ദെൻ ഫിസിയോളജിക്കൽ സൈക്കോളജി, ഇതിൽ ബ്രെയിനും ബിഹേവിയറും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ നോക്കുന്നത്. അത് ഹ്യൂമൻസിലും ആനിമൽസിലും ഒക്കെ ടെസ്റ്റിംഗ് നടത്താറുണ്ട്. ദെൻ ഓർഗനൈസേഷൻ സൈക്കോളജി, ഒരു എംപ്ലോയീസ് അല്ലെങ്കിൽ അതുപോലെ എംപ്ലോയേഴ്സ് രണ്ടുപേരുടെയും വെൽബീയിങ്ങിനെയും പെർഫോമൻസിനെയും എൻഹാൻസ് ചെയ്യാനായിട്ട് ഉള്ള ടെസ്റ്റുകളായിക്കോട്ടെ, പ്രോഗ്രാംസ് ആയിക്കോട്ടെ, ഇതൊക്കെയാണ് നമ്മൾ ഓർഗനൈസേഷൻ സൈക്കോളജിയിൽ ഫോക്കസ് ചെയ്യുന്നത്. സോ ദേ എംപ്ലോയ് ഓർഗനൈസേഷൻ സൈക്കോളജിസ്റ്റ് ടു ഹയർ പീപ്പിൾ, ട്രെയിൻ ദം, മാനേജ് ദെയർ ഇന്റർപേഴ്സണൽ സ്കിൽസ് ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. അതുപോലെ എംപ്ലോയർ കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം മെച്ചപ്പെടുത്താനായിട്ടും ഓർഗനൈസേഷൻ സൈക്കോളജിസ്റ്റ് ശ്രമിക്കാറുണ്ട്. Then the research in this field pertains to finding solutions to problems faced ഓർഗനൈസേഷൻ സെക്ടറിൽ വരുന്ന പ്രോബ്ലംസ് ഫോക്കസ് ചെയ്തിട്ടും അവിടെയുള്ള എംപ്ലോയീസിന്റെ വർക്ക് ഔട്ട്പുട്ട് കൂട്ടാനും അവർ ഫേസ് ചെയ്യുന്ന ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റാനും അല്ലെങ്കിൽ അതൊക്കെ കുറയ്ക്കാനും ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടൊക്കെ ഓർഗനൈസേഷൻ സൈക്കോളജിസ്റ്റ് ശ്രമിക്കാറുണ്ട്. നെക്സ്റ്റ് സോഷ്യൽ സൈക്കോളജി. ഇതിൽ നമ്മൾ വി ആർ സ്റ്റഡിയിങ് ദ ഗ്രൂപ്സ് ഓഫ് പീപ്പിൾ, ദെയർ റിലേഷൻഷിപ്പ് to one another, their characteristics, attitudes, beliefs, decision making process. അപ്പം എപ്പോഴും ഒരു കണക്ഷൻ എങ്ങനെയാണ് പോകുന്നത്, ആ കണക്ഷനെ എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് സോഷ്യൽ സൈക്കോളജിയിൽ വരുന്നത്. ദെൻ ഡെവലപ്മെന്റൽ സൈക്കോളജി. ഇതിൽ
നമ്മൾ ലൈഫ് സ്പാൻ, അതായത് ചെറുപ്പം മുതൽ നമ്മൾ ജനിച്ച് വീഴുന്നതിന് മുന്നേ മുതൽ, അതായത് പ്രീനേറ്റൽ പീരീഡ് മുതൽ നമ്മൾ ഓരോ ലൈഫ് സ്റ്റേജസിലും നമ്മൾക്ക് ഉണ്ടാവുന്ന ഇഷ്യൂസ് അത് സോർട്ട് ഔട്ട് ചെയ്യാനും നമ്മളുടെ ആ ഒരു നല്ല പ്രോസസ്സ് എങ്ങനെയാണ് നമുക്ക് മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ പറയുന്നത്. So they try to understand the cognitive, perceptual, social, moral and language development that takes place in children. അടുത്തത് കമ്മ്യൂണിറ്റി സൈക്കോളജി. ഇതിൽ കമ്മ്യൂണിറ്റി പ്രോബ്ലംസ്, പ്രിൻസിപ്പിൾസ്, സോഷ്യൽ ഇഷ്യൂസ്, ഹെൽത്ത് ഇഷ്യൂസ് ഇതിനെല്ലാം കമ്മ്യൂണിറ്റി സൈക്കോളജിയിൽ ഫോക്കസ് ചെയ്യുന്നത്. അതിന് പല സിസ്റ്റത്തിലൂടെ സൈക്കോതെറാപ്പി കൊടുക്കാം, കൗൺസിലിംഗ് കൊടുക്കാം, ചൈൽഡ് റെയറിംഗ് പ്രാക്ടീസസ്, അങ്ങനെ പല മെത്തേഡ്സിലൂടെ നമ്മൾ കമ്മ്യൂണിറ്റി സൈക്കോളജിസ്റ്റ് വർക്ക് ചെയ്യാറുണ്ട്. ദെൻ സ്പോർട്സ് സൈക്കോളജി, ഇവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് സ്പോർട്സ് ബിഹേവിയറിൽ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് എങ്ങനെയാണെന്നുള്ളത് ഇവരുടെ ഒരു ഫോക്കസ് വരുന്നത്. അപ്പോൾ സ്പോർട്സ് സൈക്കോളജിസ്റ്റ് അവർ സ്കൂൾസിൽ വർക്ക് ചെയ്യാറുണ്ട്, കോളേജസിൽ, അതുപോലെ നാഷണൽ ഇന്റർനാഷണൽ ലെവൽസിലൊക്കെ അവർ വർക്ക് ചെയ്യാറുണ്ട്. അത് ടീം വർക്ക് മെച്ചപ്പെടുത്താനും എക്സസൈസും കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനും വേണ്ടിയിട്ടാണ് സ്പോർട്സ് സൈക്കോളജി. ദെൻ ഹെൽത്ത് സൈക്കോളജി, ഇവർ ഫിസിയോളജിക്കൽ പ്രോസസ്സസ്, ബിഹേവിയർ, സോഷ്യൽ ഫാക്ടേഴ്സ്, അതായത് ഹെൽത്തിനെയും ഇൽനെസ്സിനെയും കുറിച്ചിട്ടാണ് ഇവരുടെ ഒരു ഫോക്കസ് വരുന്നത്. അപ്പം അതിൽ ഫിസിയോളജിക്കൽ ലെവലിൽ എന്തൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹെൽത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ഇൽനെസ്സിനെ, ഹെൽത്ത് എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഹെൽത്ത് സൈക്കോളജിയിൽ വരുന്നത്. ദെൻ ഫോറൻസിക് സൈക്കോളജി, ഫോറൻസിക് സൈക്കോളജിയിൽ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടും അതുപോലെ അതിനകത്ത് സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫോറൻസിക് സൈക്കോളജിയിൽ പറയുന്നത്. സോ ലീഗൽ ഇൻവെസ്റ്റിഗേഷൻ, ഐ വിറ്റ്നസ് ടെസ്റ്റിമണി, ഇതിനകത്തൊക്കെ നമ്മൾ ഫോറൻസിക് സൈക്കോളജിയുടെ ഒരു എമർജൻസി നമുക്കറിയാം. സോ എത്രയാണ് നമ്മളെ ഫീൽഡ്സ് ഓഫ് സൈക്കോളജിയിൽ പറയുന്നത്. മേജർ ഫീൽഡ്സ് മാത്രമാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. അത് കൂടാതെയും ഇപ്പോൾ ഒരുപാട് എമർജിങ് ഫീൽഡ്സ് ഉണ്ട്, അതെല്ലാം നിങ്ങൾ വായിക്കണം, മനസ്സിലാക്കണം. നെക്സ്റ്റ് റിസർച്ച് ഇൻ സൈക്കോളജി. റിസർച്ച് പറയുമ്പോൾ നമ്മുടെ സൈക്കോളജിയിൽ കീ അസംഷൻസ് പറയുമ്പോൾ ഒന്ന് നമ്മൾ 4 പ്രിൻസിപ്പിൾസ് ആണ്, 4 അസംഷൻസ് ആണ് പറയുന്നത്. ഒന്ന് ഡിസ്ക്രിപ്ഷൻ, ദെൻ എക്സ്പ്ലനേഷൻ, പ്രഡിക്ഷൻ ആൻഡ് കൺട്രോൾ. അപ്പം ആദ്യം നമ്മളൊരു ബിഹേവിയറിനെ ഒബ്സർവ് ചെയ്യുന്നു, ആ ഒബ്സർവ് ചെയ്യുന്ന ബിഹേവിയർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അതിനുള്ള പല റീസൺസ് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പം ഈ റീസൺസ് വെച്ചിട്ട് പിന്നെ ആ ബിഹേവിയർ ഉണ്ടാവാനുള്ള ചാൻസസ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഇനി എങ്ങനെ ആ ബിഹേവിയർ നമ്മൾ മോഡിഫൈ ചെയ്യാം, ഒരു അൺഡിസൈറബിൾ ലെവലിൽ നിന്ന് ഒരു ഡിസൈറബിൾ ലെവലിലേക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് കൺട്രോൾ എന്ന് പറയുന്ന ലാസ്റ്റ് അസംഷൻ. സോ ഈ 4 അസംഷൻസ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഡിസ്ക്രിപ്ഷൻ, എക്സ്പ്ലനേഷൻ, പ്രഡിക്ഷൻ ആൻഡ് കൺട്രോൾ. ദെൻ സ്റ്റെപ്സ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ച്. സ്റ്റെപ്സ് പറയുമ്പോൾ ഒന്ന് പ്രോബ്ലം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ആ ഒരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ, അതാണ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനകത്തൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്, വെദർ എക്സ്പോഷർ ടു മോർ സ്ക്രീൻ ടൈം, അതായത് മൊബൈലോ കമ്പ്യൂട്ടറോ ടെലിവിഷനോ ടാബോ, ദാറ്റ് മേക്സ് ചിൽഡ്രൻ വൾണറബിൾ ടു ഇൻഅറ്റൻറ്റീവ്നെസ്. അപ്പം ഇത്രയും സ്ക്രീൻ ടൈം കൂടുന്നതിനനുസരിച്ച് ഇൻഅറ്റൻറ്റീവ്നെസ് അതുപോലെ സ്കൂൾ പെർഫോമൻസിൽ കുറവ് സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം. അത് നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. ആ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ആദ്യം നമ്മളൊരു ഹൈപ്പോത്തസിസ് വെക്കുന്നു, അതായത് കൂടുന്നുണ്ട് അല്ലെങ്കിൽ ഇൻഅറ്റൻറ്റീവ്നെസ് ആവുന്നുണ്ട് അല്ലെങ്കിൽ ആവുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മളൊരു പ്രഡിക്ഷൻ, ഒരു ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ വെക്കുന്നത്. ദെൻ അതിനനുസരിച്ച് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു. കിട്ടിയ ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് നമ്മൾ ആ പ്രോബ്ലത്തിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്, ദെൻ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് കൺക്ലൂഷൻ. ലാസ്റ്റ് നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ പറഞ്ഞ പോലെ സ്ക്രീൻ ടൈം കൂടുന്തോറും ഇൻഅറ്റൻറ്റീവ്നെസ് കൂടുന്നു അല്ലെങ്കിൽ കുറയുന്നു എന്ന് നമ്മളുടെ ആ റിസൾട്ടിനെ അല്ലെങ്കിൽ ഡാറ്റയെ ബേസ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. സോ അതാണ് സ്റ്റെപ്സ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. ദെൻ കിട്ടിയ റിസൾട്ടിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യും. അതുപോലെ അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്യാണ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊരു വ്യക്തിക്കും അത് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ റിസർച്ചസ് എപ്പോഴും കണ്ടക്ട് ചെയ്യാറ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത് സയൻസ് ആണ്. നമ്മൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ സയന്റിഫിക് സ്റ്റഡി. ദെൻ മെത്തേഡ്സ് ഓഫ് റിസർച്ച്. നമുക്ക് മേജർ ആയിട്ട് നമ്മൾ 3 മെത്തേഡ്സ് ആണ് പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ്, ദെൻ കോറിലേഷൻ മെത്തേഡ് ആൻഡ് എക്സ്പെരിമെന്റൽ മെത്തേഡ്. അതിനകത്ത് ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ് ആണ് ആദ്യം നമ്മൾ പറയുന്നത്. സോ 3
മെയിൻ ടൈപ്സ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ പറയുന്നുണ്ട്. ഒന്ന് കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കാണ്. അപ്പോൾ അവിടെ വളരെ സ്മോൾ സെറ്റ് ഓഫ് പാർട്ടിസിപ്പൻസ്, വളരെ കുറച്ച് ആളുകളായിരിക്കും, ചിലപ്പോൾ ഒരു പാർട്ടിസിപ്പൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വളരെ ചെറിയൊരു ഗ്രൂപ്പ് ആയിരിക്കും. ആ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ എടുത്തു. അത് മനസ്സിലാക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പല ഇന്റർപ്രിട്ടേഷനും നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫ്രോയിഡിൻ്റെയൊക്കെ കേസ് സ്റ്റഡീസ് ഉണ്ട്. അപ്പോൾ ആ കേസ് സ്റ്റഡി വായിച്ചിട്ട് ആ ഒരു വ്യക്തിയെ നമ്മൾ അത്ര ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കി അതിനെ ബേസ് ചെയ്ത് നമ്മൾ ബാക്കിയുള്ള കേസസ്, ബാക്കിയുള്ള സിറ്റുവേഷൻസിനെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ശ്രമിക്കുകയാണ്. സോ ദാറ്റ് ഈസ് കേസ് സ്റ്റഡി. ദെൻ സർവേ ആണ് അടുത്തത്. സർവേ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് വിൽ ബി മോർ. അപ്പം അവരുടെ അടുത്ത് നമ്മൾ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ടെലിഫോണിക് ഇൻ്റർവ്യൂ ആയിരിക്കും, ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ക്വസ്റ്റനെയർ ആയിരിക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നു, അവരുടെ റെസ്പോൺസ് നോക്കിയിട്ട് ആ റെസ്പോൺസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ വരുന്നത്. ദെൻ സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു നാച്ചുറൽ എൻവയോൺമെന്റിൽ നിന്നിട്ടായിരിക്കാം നമ്മൾ അവരുടെ ഈവൻസ്, ആ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ ഒരു ഫ്ലഡ് വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അപ്പം അങ്ങനെ അത്തരത്തിലൊരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണ് ആളുകൾ റിയാക്ട് ചെയ്യുന്നത്, ആളുകളുടെ ആക്ഷൻസ് എങ്ങനെയാണ്, അപ്പോൾ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. അതനുസരിച്ച് നമ്മൾ ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ സിറ്റുവേഷൻസിനെ നമ്മൾ മനസ്സിലാക്കുന്നു, പ്രെഡിക്റ്റ് ചെയ്യാനും ശ്രമിക്കുന്നു. സോ ദാറ്റ് ഈസ് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. ഒബ്സർവേഷനിലൂടെ നമ്മൾ ആ ഡാറ്റ കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ അടുത്തത് എക്സ്പെരിമെന്റൽ മെത്തേഡ് ആണ്. എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കോസ് ആൻഡ് എഫക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എക്സ്പെരിമെന്റൽ മെത്തേഡിൽ വരുന്നത്. അപ്പം അതിനകത്ത് നമ്മൾ ആ കെയർഫുൾ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ഇവന്റ്സ് മനസ്സിലാക്കിയിട്ട് ഏതിന് കാരണമാകുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ എക്സ്പെരിമെന്റൽ മെത്തേഡിലൂടെ മനസ്സിലാവുന്നത്. ഒരു എക്സാമ്പിൾ നമ്മൾ പറയാമേ. ഇപ്പം അടുത്ത ലൈനിൽ വരുമ്പോൾ അതിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും നിങ്ങൾക്ക്. സോ ഇതിനകത്ത് നമ്മളൊരു മാനിപ്പുലേറ്റ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ന്യൂ ടീച്ചിങ് മെത്തേഡ്, അത് നമ്മളുടെ അക്കാഡമിക് പെർഫോമൻസിനെ മെച്ചപ്പെടുത്തുവോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ ആ ന്യൂ ടീച്ചിങ് മെത്തേഡ് നമ്മൾ ഒരു ഗ്രൂപ്പിന് കൊടുക്കുന്നു, അതിനെയാണ് നമ്മൾ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. മറ്റു ഗ്രൂപ്പിന് നമ്മളത് കൊടുക്കുന്നില്ല, A, B 2 ഗ്രൂപ്പാക്കി തിരിച്ചിട്ട് ഒരു ഗ്രൂപ്പ് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും മറ്റു ഗ്രൂപ്പ് കൺട്രോൾ ഗ്രൂപ്പും. അപ്പോൾ കൺട്രോൾ ഗ്രൂപ്പിന് നമ്മൾ ആ ഒരു ന്യൂ ടീച്ചിങ് മെത്തേഡ് കൊടുക്കുന്നില്ല, എക്സ്പെരിമെന്റൽ മെത്തേഡ് നമ്മളത് കൊടുക്കുന്നു. ഒടുവിൽ ഫൈനൽ റിസൾട്ട് നോക്കുമ്പോൾ എക്സ്പെരിമെന്റൽ മെത്തേഡിനാണോ കൺട്രോൾ ഗ്രൂപ്പിനാണോ കൺട്രോൾ ഗ്രൂപ്പിനാണോ ആ ഒരു റിസൾട്ട് ഇംപ്രൂവ് ആയി വന്നിരിക്കുന്നത് നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു ന്യൂ ടീച്ചിങ് മെത്തേഡ് നല്ലതാണോ മോശമാണോ എന്ന് നമ്മൾ നോക്കുന്നത്. സോ ആ ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പാണ് നമ്മൾ എക്സ്പെരിമെന്റൽ മെത്തേഡിലൂടെ മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് വേറൊരു എക്സാമ്പിൾ പറയുന്നത് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ മൂഡ്. അപ്പം അതിനകത്ത് ഒരു ഗ്രൂപ്പിന് ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുക, മറ്റേ ഗ്രൂപ്പിന് നോർമൽ ടെമ്പറേച്ചർ കൊടുക്കുക, എന്നിട്ട് ആ ടെമ്പറേച്ചർ വരുമ്പം നമ്മുടെ മൂഡിനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇത് പല രീതിയിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഒന്ന്, ഒരു ഗ്രൂപ്പിനെ തന്നെ നമ്മൾ ആദ്യമേ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നു, പിന്നെ ടെമ്പറേച്ചർ കൂട്ടുന്നു, നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. സോ ദാറ്റ് ഇസ് വിതിൻ ഗ്രൂപ്പ് ഡിസൈൻ. മറ്റത് നമ്മൾ കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ, അവിടെ ഒരു ഗ്രൂപ്പിന് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുന്നു, മറ്റേ ഗ്രൂപ്പിന് നോർമൽ കൊടുക്കുന്നു, എന്നിട്ട് നമ്മൾ നോക്കുന്നു. ഇത് കൂടാതെ അതിനകത്ത് റാൻഡം അസൈൻമെന്റ്, ദെൻ കൺട്രോൾ ഗ്രൂപ്പ് നമ്മൾ അസൈൻ ചെയ്യുന്നത്, ഇങ്ങനെ പല ടേംസും ഇതിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ റെഫർ ചെയ്യണം. സോ ഒരു ഗുഡ് എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോൾ അതൊരു റെപ്ലിക്കബിൾ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ പാർട്ടിസിപ്പൻസ് ആരാണോ അവർക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒന്നും കൊടുക്കരുത്. എത്തിക്കൽ ഇഷ്യൂസ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു പ്രോബ്ലം ഇല്ലാത്ത ഒരാൾ വന്നിട്ട് അവർക്കൊരു പ്രോബ്ലം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു എക്സ്പെരിമെന്റ്സ് നമ്മൾ ഒരിക്കലും എത്തിക്കലായിട്ട് പറയുന്നില്ല. അതുപോലെ എക്സ്പെരിമെന്റ്സിൽ നമ്മൾ എടുക്കുന്ന എക്സ്പെരിമെന്റ് വഴി നമ്മൾ എടുക്കുന്ന ഫൈൻഡിങ്സ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫൈൻഡിങ്സ് ചിലപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ സിറ്റുവേഷൻ ആണെങ്കിൽ അതൊരു റിയൽ ലൈഫ് സെറ്റിങ്ങിൽ വരുമ്പോൾ ചിലപ്പം ആ രീതിയിൽ തന്നെ ആ റിസൾട്ട് വരണം എന്നില്ല. അപ്പം ഇതൊക്കെയാണ് നമ്മൾ എക്സ്പെരിമെന്റൽ മെത്തേഡിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത്. പക്ഷേ കോസും എഫക്റ്റും കൃത്യമായിട്ട് അറിയാനായിട്ട് നമ്മൾ എക്സ്പെരിമെന്റൽ മെത്തേഡാണ് ഉപയോഗിക്കുക. നെക്സ്റ്റ് കോറിലേഷൻ മെത്തേഡിലാണ്. ഇതിലെന്ന് പറയുമ്പോൾ 2 വേരിയബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ലയോ ഇതാണ് നമ്മൾ അറിയുന്നത്. അല്ലാതെ ഒരു പെർട്ടിക്കുലർ ഒരു പെർട്ടിക്കുലർ റീസൺ കാരണം ഇത് വന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കോറിലേഷൻ മെത്തേഡ്. ഇതിനകത്ത് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ടോൾ പീപ്പിൾ ആർ മോർ ഇന്റലിജന്റ് ദാൻ ഷോർട്ട് പീപ്പിൾ. അപ്പം ഇതാണ് നമ്മൾ പഠിക്കേണ്ടതെങ്കിൽ അതിനകത്ത് ടോൾ ആയതുകൊണ്ടാണ് ഇന്റലിജന്റ് ആയത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ടോൾ പീപ്പിൾ ഇന്റലിജന്റ് ആണ്,
അല്ലെങ്കിൽ ടോൾ പീപ്പിൾ ഇന്റലിജന്റ് അല്ല എന്ന് പറയുന്ന ആ ഒരു റിലേഷൻഷിപ്പ് മാത്രമാണ് നമുക്ക് അറിയാൻ പറ്റുക. സോ ദാറ്റ് ഇസ് കോറിലേഷൻ മെത്തേഡ്. അത് പോസിറ്റീവ് ആയിരിക്കാം, ചിലപ്പോൾ സീറോ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലപ്പോൾ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇങ്ങനെ 3 രീതിയിലും ആ റിലേഷൻഷിപ്പ് വരാം. അതിന്റെ വാല്യൂസ് പോസിറ്റീവ് 1 to -1 ആണ്. നമ്മൾ തമ്മിൽ കോറിലേഷൻ പോസിറ്റീവ് ആണ്, അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റൊന്നും കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറയുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. രണ്ടും തമ്മിൽ ബന്ധമില്ലെങ്കിൽ അത് സീറോ കോറിലേഷൻ ആണ്. ഇതിനകത്ത് വേറൊരു കോറിലേഷൻ പറയുന്നത് ഇന്റലിജൻസും ഹാപ്പിനെസ്സും. അപ്പൊ ഇന്റലിജൻസ് കൂടുന്തോറും ഹാപ്പിനെസ് കൂടുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഇന്റലിജൻസ് കൂടുന്നതിനനുസരിച്ച് ഹാപ്പിനെസ് കുറയുന്നുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് കോറിലേഷൻ ആണ്. ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകളും ഹാപ്പിനെസ് തമ്മിൽ ബന്ധമില്ല എന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് സീറോ കോറിലേഷൻ ആണ്. അത് സ്കാറ്റർ ഡയഗ്രത്തിലൂടെയാണ് നമ്മൾ കോറിലേഷൻ മനസ്സിലാക്കുന്നത്. നൗ കംസ് ദ റിസർച്ച് എത്തിക്സ് ഇൻ സൈക്കോളജി. ഇപ്പൊ റിസർച്ച് എത്തിക്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, നമ്മൾ പാർട്ടിസിപ്പൻസിന് ഒരു രീതിയിലും നമ്മൾ ഹാം ചെയ്യാൻ പാടില്ല. പാർട്ടിസിപ്പൻറ്റിന്റെ കൺസെന്റോട് കൂടിയിട്ട് മാത്രമാണ് നമ്മൾ ഒരു റിസർച്ച് ചെയ്യാൻ പാടുള്ളൂ. റിസർച്ച് ആണെങ്കിലും ഒരു എക്സ്പെരിമെന്റ് ആണെങ്കിലും. അതുപോലെ പാർട്ടിസിപ്പൻറ്റിന് ഫ്രീ ചോയ്സ് ആണ്. അവർക്ക് ഏത് സമയത്തും എക്സ്പെരിമെന്റിൽ നിന്ന് ക്വിറ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. ദെൻ പ്രൊട്ടക്റ്റിംഗ് ദ പ്രൈവസി ഓഫ് ദ പാർട്ടിസിപ്പൻസ്. പാർട്ടിസിപ്പൻസിന്റെ പ്രൈവസി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഒരു ഇൻഫർമേഷൻ അവരുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു ബാധ്യത നമ്മൾക്കുണ്ട്. ദെൻ യൂസ് ഓഫ് ഡിസെപ്ഷൻ. യൂസ് ഓഫ് ഡിസെപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചില സമയത്ത്, ചില സിറ്റുവേഷനിൽ, ചില സാഹചര്യത്തിൽ, ചില എക്സ്പെരിമെന്റ്സിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് ആ ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അതായത് ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ നമ്മൾ ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് പറയും, പക്ഷെ നമ്മൾ അവിടെ ഒരു പാർട്ടിസിപ്പൻ്റ് ആയിരിക്കാം. അങ്ങനെ ചില നിങ്ങൾ സോഷ്യൽ സൈക്കോളജി, സോഷ്യൽ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ കൺഫർമിറ്റി എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്താണ് ഡിസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഡിസെപ്ഷൻസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും എൻഡ് ഓഫ് ദ എക്സ്പെരിമെന്റ് നമ്മൾ അതെല്ലാം ഡീബ്രീഫ് ചെയ്ത് കൊടുക്കണം. ദെൻ ഇൻഫോംഡ് കൺസെന്റ്, അതായത് നമ്മൾ പാർട്ടിസിപ്പൻ്റ് ആയിട്ട് വന്നാലും അവരുടെ ഒരു കൺസെന്റ് വാങ്ങിച്ചിട്ട് മാത്രമാണ് നമ്മൾ അവരെ ആ ടെസ്റ്റിന് വിധേയമാക്കാൻ പാടുള്ളൂ. ദെൻ ഡീബ്രീഫിംഗ് എന്ന് പറയുന്നത് റിസർച്ച് എക്സ്പെരിമെന്റിന് ശേഷം അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് തുടങ്ങുന്നതിന് മുന്നാണ് നമ്മൾക്ക് എന്താണ് ഈ എക്സ്പെരിമെന്റ്, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറയണം. അതിനകത്ത് ചിലപ്പോൾ നമ്മൾ ഡിസെപ്ഷൻ ഉപയോഗിക്കുന്നത് ചില സിറ്റുവേഷനിൽ നമുക്ക് അതങ്ങനെ ഫുള്ളി ആയിട്ട് അപ്പം പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് നമ്മളത് ഡീബ്രീഫ് ചെയ്ത് കൊടുക്കണം. സോ പിന്നെ എല്ലാ റിസർച്ച് പ്രപ്പോസലും നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ റിവ്യൂ ബോർഡ്, അതിപ്പോൾ ആരാണ് ആ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് അവരുടെ ആ ഒരു റിവ്യൂ ബോർഡിൽ നമ്മളത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു കോസ്റ്റും ബെനിഫിറ്റ് അനലൈസ് ചെയ്യുന്നതും നമ്മളുടെ ഈ ഒരു റിസർച്ച് എത്തിക്സിൽ വരുന്നു. സോ നോ ഹാം ടു ദ പാർട്ടിസിപ്പൻസ്, ഫ്രീ ചോയ്സ് ടു ലീഡ് ദ എക്സ്പെരിമെന്റ് അറ്റ് എനി ടൈം, പ്രൊട്ടക്ടിങ് ദ പ്രൈവസി ഓഫ് ദ പാർട്ടിസിപ്പൻസ്, യൂസ് ഓഫ് ഡിസെപ്ഷൻ, ഇൻഫോംഡ് കൺസെന്റ്, ഡീബ്രീഫിംഗ് ആൻഡ് അബൌട്ട് ദ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളൊരു റിസർച്ച് ചെയ്യുമ്പം അതിൻ്റെ ആ ഒരു എത്തിക്കൽ പ്രിൻസിപ്പിൾസ് നമ്മൾ എപ്പോഴും ഹോൾഡ് ചെയ്ത് വെക്കേണ്ടതാണ്. ദെൻ സൈക്കോളജി ഇൻ ഇന്ത്യ, അതാണ് നമ്മുടെ ലാസ്റ്റ് പോർഷനിൽ വരുന്നത്. അപ്പോൾ സൈക്കോളജി ഇന്ത്യയിൽ എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് പറയുന്നത്. സോ സൈക്കോളജി ഇൻ ഇന്ത്യ വാസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ വെസ്റ്റേൺ തിയറീസ് ആൻഡ് കോൺസെപ്റ്റ്സ്. അപ്പം നമുക്കറിയാം ആദ്യം സൈക്കോളജിയുടെ ആ ഒരു എമർജൻസിൻ്റെ പീരീഡിലൊക്കെ നമുക്ക് ആ ഒരു വെസ്റ്റേൺ തിയറീസിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ദെൻ അതിനുശേഷം നമ്മളുടെ ഒരു ഇന്ത്യയിൽ വന്ന ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട 1916 ഫസ്റ്റ് ആ ഒരു സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ. അപ്പം അതിൻ്റെ ആ ഒരു സിലബസ് 1905 ഇറങ്ങിയെങ്കിലും 1916 അത് ഒരു വിഷയമായിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങിയത്. ദെൻ ഫസ്റ്റ് ഫാക്കൽറ്റി എന്ന് പറയുന്നത് NN സെൻഗുപ്ത ആയിരുന്നു, ആൻഡ് ഹി വാസ് ഓൾസോ എ ഹാർവേർഡ് ട്രെയിൻഡ് സ്കോളർ. ദെൻ അതിനുശേഷം ഗിരീന്ദർ ശേഖർ ബോസ്, അദ്ദേഹം ഒരു സൈക്കോ അനാലിസ്റ്റ് ആയിരുന്നു. ഹി വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ സൈക്കോ അനാലിറ്റിക് സൊസൈറ്റി in 1922, ആൻഡ് ഹി വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു ബ്ലെൻഡ് ഇൻ ഹിന്ദു തോട്ട്. അപ്പോൾ ഹിന്ദു തോട്ട്, ഫ്രോയിഡിയൻ കോൺസെപ്റ്റും ഹിന്ദു തോട്ടും തമ്മിൽ ബ്ലെൻഡ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഡോക്ടറൽ തീസിസ് അത് തന്നെയായിരുന്നു 1921 കോൺസെപ്റ്റ് ഓഫ് റിഗ്രഷൻ
ദെൻ റാഷണലൈസേഷൻ, ഇതൊക്കെ നമ്മൾ സൈക്കോളജി ഫ്രോയിഡിൻ്റെ ഡിഫൻസ് മെക്കാനിസത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ആ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ദെൻ പിന്നെ 1924 സൈക്കോളജി കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് മൈസൂർ യൂണിവേഴ്സിറ്റി. ദെൻ ഇന്ത്യൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ അതും ഈ സെയിം ഇയറിൽ തന്നെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ദെൻ അതിനുശേഷം ഒരു ഫസ്റ്റ് സൈക്കോളജി ജേർണൽ എന്ന് പറയുന്നത് ഇന്ത്യൻ ജേർണൽ ഓഫ് സൈക്കോളജി ആയിരുന്നു, ആൻഡ് വാസ് ഫൗണ്ടഡ് വിച്ച് വാസ് മച്ച് മോർ അഡ്വാൻസ്ഡ് ദാൻ ഇറ്റ്സ് കണ്ടംപററീസ് അറ്റ് ദാറ്റ് ടൈം. അപ്പം അന്നത്തെ ബാക്കിയുള്ള ജേർണൽസിനെ വെച്ച് നോക്കുമ്പോഴും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടായിരുന്നു ഇന്ത്യൻ ജേർണൽ ഓഫ് സൈക്കോളജി വന്നത്, ഈവൻ ദോ ഇറ്റ് വാസ് എ ഫസ്റ്റ് സൈക്കോളജി ജേർണൽ. ദെൻ 1932 സൈക്കോളജി കോഴ്സസ് സ്റ്റാർട്ട് ചെയ്തു അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ. Then psychology courses started in Madras University in 1943. 1957 master's level in University of Delhi with philosophy and psychology. 1961 Allahabad University psychology department start ചെയ്തു. Then NIMHANS National Institute of Mental Health and Neurosciences. ഇപ്പോൾ ഒരുമാതിരി എല്ലാവരും സൈക്കോളജി പഠിക്കുന്നവർക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ളൊരു സെൻറ്റർ ആയിരിക്കും ബാംഗ്ലൂരിൽ. 1974 At present, psychology in India focused on study of human behavior using indigenous techniques and methods along with Western models. And there are various Indian journals of significance such as Psychology and Developing Societies. ഇതൊക്കെ ഇന്ത്യൻ ജേർണൽസിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മൾ പറയുന്ന വായിക്കുന്ന ജേർണൽസ് ആണ്. സൈക്കോളജി ആൻഡ് ഡെവലപ്പിംഗ് സൊസൈറ്റീസ്, ജേർണൽ ഓഫ് ഇന്ത്യൻ അക്കാഡമി ഓഫ് അപ്ലൈഡ് സൈക്കോളജി, സൈക്കോളജിക്കൽ സ്റ്റഡീസ്, ഇന്ത്യൻ ജേർണൽ ഓഫ് ക്ലിനിക്കൽ സൈക്കോളജി ആൻഡ് മെനി അതേഴ്സ്. ആൻഡ് ദർ ആർ മെനി അസോസിയേഷൻസ്. ഇപ്പം നമുക്ക് ഒരുപാട് അസോസിയേഷൻസ് ഉണ്ട്. അതിൽ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് സൈക്കോളജി, ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ക്ലിനിക്കൽ സൈക്കോളജി, നാഷണൽ അക്കാഡമി ഓഫ് സൈക്കോളജി, ഇന്ത്യൻ അക്കാഡമി ഓഫ് അപ്ലൈഡ് സൈക്കോളജി ആർ സം ഓഫ് ദ പ്രോമിനന്റ് ഗ്രൂപ്പ്സ് ഓഫ് ഇന്ത്യൻ സൈക്കോളജിസ്റ്റ്. Then research and writings of some of the Indian psychologists, other H.S. Asthana, Anand, J.P. Sinha, D. Sinha, Amit Ranjan Basu, Ashish Nandi, Sudhir Kakar, Mansi Kumar, Ajit Dalal, K. Ramakrishna Rao, Girishwar Mishra, Uday Parikh, Janak Pandey, T.S. Saraswati. ഇവരൊക്കെയാണ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് നമ്മൾ നിൽക്കുന്ന ഇന്ത്യൻ സൈക്കോളജിസ്റ്റ്. അല്ലെങ്കിൽ ഇവരുടെയൊക്കെ റൈറ്റിംഗ്സ് ആണ് കൂടുതൽ നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയാറ്. ഓക്കെ, അപ്പം ഇത്രയും വെച്ചിട്ട് നമ്മളുടെ ആ ഒരു ക്ലാസ് നമ്മളെ പോർഷൻസ് കഴിഞ്ഞു. ബ്ലോക്ക് 1 യൂണിറ്റ് 1 സൈക്കോളജി വാട്ട് ഇറ്റ് ഇസ്. അപ്പം അതിനകത്ത് ആദ്യം നമ്മൾ ഡെഫിനിഷൻ ആണ് പറഞ്ഞത്. ഇപ്പം ഡെഫിനിഷനിൽ നമ്മൾ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് നമ്മൾ നിൽക്കുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് ഓർ മെൻ്റൽ പ്രോസസ്സസ്. അപ്പം അതിനകത്ത് സയൻസ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ദെൻ പിന്നീട് പറയുമ്പോൾ എന്താണ് സയൻസ് അല്ലെങ്കിൽ സയൻറ്റിഫിക് സ്റ്റഡി പറയണം, പിന്നെ ബിഹേവിയർ പറയണം. ബിഹേവിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ പുറമേക്ക് നമ്മൾ കാണുന്ന ബിഹേവിയർ, സോ ദാറ്റ് ഇസ് ഓവർഡ് ബിഹേവിയർ. പിന്നെ അതിൻ്റെ പിന്നിലുള്ള ബിഹേവിയർ അല്ലെങ്കിൽ പിന്നിലുള്ള കാരണങ്ങൾ, അതാണ് മെൻ്റൽ പ്രോസസ്സസ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് പ്രോസസ്സസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഡെഫിനിഷൻ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറയുമ്പോൾ ആ ഡെഫിനിഷൻ ആരാണത് എഴുതിയത്, ഏത് വർഷമാണ് എഴുതിയത് എന്നും കൂടി നമ്മൾ ആഡ് ചെയ്യണം. സോ ദാറ്റ് ഇസ് അബൌട്ട് ഡെഫിനിഷൻ. ദെൻ ഒറിജിൻ പറയുമ്പം നമ്മൾ ആദ്യമേ ഒറിജിൻ പറയുമ്പോൾ നമ്മൾ ഹെർമൻ എബിംഗ്വസ് അങ്ങനെയുള്ള ആളുകളുടെ ആ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയണം. ദെൻ സൈക്കോഫിസിക്സ് എന്ന് പറയുന്ന ഒരു വിഷയം വന്നത്, അതായത് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി. ആദ്യം തോട്ട്സ് ആയിരുന്നു, തോട്ട്സിൽ നിന്ന് എക്സ്പെരിമെൻറ്റ്സിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്ത കാര്യങ്ങൾ, പിന്നെ അസോസിയേഷൻസ് ഡെവലപ്പ് ചെയ്ത കാര്യങ്ങൾ, വില്യം ജെയിംസ് ബുക്സ് എഴുതിയ കാര്യങ്ങൾ, പിന്നെ വരുന്നതാണ് സ്കൂൾസ് ഓഫ് തോട്ട്. സ്കൂൾസ് ഓഫ് തോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. നമ്മൾ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ അതായത് ഏർലിയർ പെർസ്പെക്റ്റീവ്സും ദെൻ റീസെൻറ്റ് പെർസ്പെക്റ്റീവ്സും, അതായത് സ്ട്രക്ചറലിസം, ദെൻ ഫങ്ഷണലിസം, ദെൻ ജെസ്റ്റാൾട്ട്. അപ്പോൾ ജെസ്റ്റാൾട്ട് പറയുമ്പോൾ മാക്സ് വെർത്തിമർ, കർട്ട് കോഫ്ക, വോൾഫ്ഗാങ് കോഹ്ലർ, ഇവർ 3 പേരുമാണ് ജെസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് നമ്മൾ പറയുന്നത്. അപ്പം ഇവരുടെ ആ വ്യൂ പോയിന്റ് നമ്മൾ പറയുന്നു. ദെൻ ബിഹേവിയറിസം, അപ്പോൾ ഇവിടെ സ്റ്റഡി ഓഫ് ബിഹേവിയർ ആണ് നമ്മൾ പറയുന്നത്, സ്ട്രെസ് ചെയ്ത് പറയുന്നത്. സൈക്കോ അനാലിസിസിൽ എന്ന് പറയുമ്പം ആ ഒരു അൺകോൺഷ്യസ് മോട്ടിവേഷൻസ്, ഏർജസ്, വിഷസ്, ഇതിനാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ ഏർലി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ഇൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്.
ദെൻ ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ്. ഇതിൽ നമ്മളുടെ തന്നെ കപ്പാസിറ്റിയാണ് നമ്മൾ വളർത്തിയെടുക്കുന്നത്. ആ രീതിയിലാണ് നമ്മുടെ ആ ഫോക്കസ് കൊടുക്കുന്നത്. സോ ദ എബിലിറ്റി ടു ഡയറക്റ്റ് ദെയർ ഓൺ ലൈഫ്സ് എന്നുള്ളതാണ്. സോ വി ഹാവ് ദ ഫ്രീ വിൽ ആൻഡ് വി ഹാവ് ദ ഫ്രീഡം ടു ചൂസ് വൺസ് ഡെസ്റ്റിനി. ഓക്കെ. ദെൻ കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവിൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതിനനുസരിച്ചാണ് നമ്മളുടെ പെരുമാറ്റം അല്ലെങ്കിൽ ബിഹേവിയർ വരുന്നത് എന്നുള്ളതാണ്. സോ എന്താണോ നമ്മളുടെ മെന്റൽ പ്രോസസ്സസ് അതിനനുസരിച്ചിട്ടാണ് വരുന്നത്. സോ നമ്മൾക്കിതിന് ആ ഒരു കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളുടെ ആ ഒരു മൈൻഡിനെ അല്ലെങ്കിൽ ബ്രെയിനിനെ നമ്മളൊരു കമ്പ്യൂട്ടറുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. കമ്പ്യൂട്ടറുമായിട്ടാണ് നമ്മൾ സാദൃശ്യപ്പെടുത്തിയിട്ട് വെക്കുന്നത്. സോ എന്താണ് അവിടെ കിട്ടുന്ന ഇൻപുട്ട് അതിനനുസരിച്ചാണ് നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത്. സോ ദാറ്റ് ഈസ് കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ്. ദെൻ സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ബയോളജിക്കൽ പെർസ്പെക്റ്റീവിൽ ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയറിനാണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ എവല്യൂഷണറി പെർസ്പെക്റ്റീവിൽ നമ്മുടെ അഡാപ്റ്റബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ സർവൈവലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ബിഹേവിയറും ചെയ്യുന്നത് എന്നുള്ളതാണ് എവല്യൂഷണറി പെർസ്പെക്റ്റീവ് വരുന്നത്. നൗ സബ്ഫീൽഡ്സ് പറയണം. സബ്ഫീൽഡ്സ് പറയുന്നതിന് മുന്നേ സൈക്കോളജിസ്റ്റ് ആരാണ്, സൈക്യാട്രിസ്റ്റ് ആരാണ്, സൈക്യാട്രിക് സോഷ്യൽ വർക്കർ ആരാണെന്നുള്ള ആ ഒരു ഡെഫിനിഷൻ അല്ല ആ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദെൻ സബ്ഫീൽഡ്സ് വരുമ്പോൾ കോഗ്നിറ്റീവ് സൈക്കോളജി പറഞ്ഞു, ക്ലിനിക്കൽ സൈക്കോളജി, കൗൺസിലിംഗ് സൈക്കോളജി, എൻവയോൺമെന്റൽ സൈക്കോളജി, സ്കൂൾ സൈക്കോളജി, എഡ്യൂക്കേഷണൽ സൈക്കോളജി, എക്സ്പെരിമെന്റൽ സൈക്കോളജി, ഫിസിയോളജിക്കൽ സൈക്കോളജി, ഓർഗനൈസേഷണൽ സൈക്കോളജി, then social psychology, developmental psychology, community psychology, sports psychology, health psychology, forensic psychology. ഇത്രയാണ് മേജർ ഫീൽഡ്സ് നമ്മൾ പറഞ്ഞത്. ദെൻ റിസർച്ച് ഇൻ സൈക്കോളജിയിൽ കീ അസംഷൻസ് പറഞ്ഞു. അപ്പോൾ കീ അസംഷൻസിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് 4 പോയിന്റ്സ് ആണ് അസംഷൻസിൽ വരുന്നത്. ഡിസ്ക്രിപ്ഷൻ, എക്സ്പ്ലനേഷൻ, പ്രഡിക്ഷൻ ആൻഡ് കൺട്രോൾ. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയറിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് സംഭവിക്കുന്നത്, ആർക്കാണ് സംഭവിക്കുന്നത്, ഏത് കോണ്ടെക്സ്റ്റിലാണ് സംഭവിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഡിസ്ക്രിപ്ഷൻ. എന്നിട്ട് നമ്മൾ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഫാക്ട്സ്, അതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതിനനുസരിച്ച് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാണ്, ഇനി അത്തരത്തിലുള്ള സിറ്റുവേഷൻ വന്നാൽ ഇദ്ദേഹം എങ്ങനെയായിരിക്കും എന്നുള്ള ആ ഒരു പ്രഡിക്ഷൻ നമ്മൾ നടത്തുന്നു. ദെൻ കൺട്രോളിൽ നമ്മൾ മോഡിഫൈ ചെയ്യാണ്, നമ്മൾ ആ ബിഹേവിയർ ഒരു അൺഡിസൈറബിൾ ലെവലിൽ നിന്ന് ഒരു ഡിസൈറബിൾ ലെവലിലേക്ക് നമ്മൾ മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. സോ ദാറ്റ് ഈസ് കീ അസംഷൻസ്: ഡിസ്ക്രിപ്ഷൻ, എക്സ്പ്ലനേഷൻ, പ്രഡിക്ഷൻ ആൻഡ് കൺട്രോൾ. ദെൻ സ്റ്റെപ്സ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ച്. അപ്പം അവിടെ നമ്മൾ പ്രോബ്ലം ആദ്യം നമ്മൾ ആ ഒരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ ഒരു പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പം ഈ പറഞ്ഞ പോലെ മോർ സ്ക്രീൻ ടൈം വന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻറ്റൻറ്റീവ്നെസ്സിനെ അതുപോലെ സ്കൂൾ പെർഫോമൻസിനെ കുറയ്ക്കുമോ എന്ന് അതാണ് നമ്മൾ പ്രോബ്ലം. ഇതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു. സ്ക്രീൻ ടൈം കൂടുതലുള്ള ഉപയോഗിക്കുന്ന ആളുകളെയും സ്ക്രീൻ ടൈം കുറച്ച് ഉപയോഗിക്കുന്ന ആളുകളെയും ഒക്കെ ആ പ്രായത്തിലുള്ള സെയിം പ്രായത്തിലുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു. അപ്പം ഈ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ചിലപ്പോൾ കുട്ടികളുടെ അടുത്ത് മാത്രം നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ജെനുവിൻ ആയിട്ടുള്ള ആൻസർ കിട്ടിയെന്ന് വരില്ല. അപ്പം നമ്മൾ പേരൻസിൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കുന്നു, ടീച്ചേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ഇൻഫർമേഷൻ എടുക്കുന്നു. അങ്ങനെ ആ ഇൻഫർമേഷൻസിനെ എല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. സോ നമുക്ക് ആ കിട്ടിയ ഡാറ്റയെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഡാറ്റയെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അങ്ങനെയാണ് നമ്മുടെ ആ ഒരു പ്രോബ്ലത്തിന് നമ്മളൊരു സൊല്യൂഷൻ കാണുന്നത്. ദെൻ റിപ്പോർട്ടിംഗ് ദ റിസൾട്ട്. നമുക്ക് എന്ത് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിലും അത് നമ്മളൊരു റിപ്പോർട്ടിലൂടെ നമ്മൾ ആ ഒരു റിസൾട്ടിനെ സമൂഹത്തിലേക്ക് എത്തിക്കുകയാണ്. ദെൻ മെത്തേഡ്സ് ഓഫ് റിസർച്ച് നമ്മൾ പറഞ്ഞു, പല മെത്തേഡ്സ് ഉണ്ട്. അതിനകത്ത് ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ്, ദെൻ കോറിലേഷൻ മെത്തേഡ്, ദെൻ എക്സ്പെരിമെന്റൽ മെത്തേഡ്. ഡിസ്ക്രിപ്ഷൻ മെത്തേഡിൽ നമ്മൾ കേസ് സ്റ്റഡിയാണ് ഒരു മെത്തേഡ് പറഞ്ഞത്. അപ്പോൾ ആ കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സ്മോൾ സെറ്റ് ഓഫ് പാർട്ടിസിപ്പൻസ് ആയിരിക്കും. ഒരു പാർട്ടിസിപ്പൻറ്റിനെ അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രൂപ്പിനെ നമ്മൾ പഠിച്ചെടുത്ത് അത് ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷം അവിടുന്ന് കിട്ടുന്ന ആ ഇൻഫർമേഷൻ എന്താണോ ആ ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മൾ ബാക്കിയുള്ള കേസസിനെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാനും അവരുടെ ബിഹേവിയേഴ്സിനെ മോഡിഫൈ ചെയ്യാനും ഒക്കെ നമ്മൾ ശ്രമിക്കുകയാണ്. അപ്പം അത് നമ്മളിപ്പോൾ ഫ്രോയിഡിൻ്റെ ആണെങ്കിൽ കേസ് സ്റ്റഡീസ് ഉണ്ട്, അതുപോലെ ജീൻ പിയാഷേയുടെയും കേസ് സ്റ്റഡീസ് ഉണ്ട്. അപ്പം ജീൻ പിയാഷെ എന്ന് പറയുമ്പം അദ്ദേഹത്തിന് തന്നെ കുട്ടികളെ വെച്ചിട്ടാണ് അദ്ദേഹം കേസ് സ്റ്റഡീസ് എടുത്തത്. ദെൻ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് റിസൾട്ട്സിനെ പെട്ടെന്ന് ജനറലൈസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് നമ്മൾ എടുക്കുന്ന ഡാറ്റ വളരെ എണ്ണം കുറവാണ്. അപ്പം അത്രയും ചെറിയൊരു റിസൾട്ടിനെ നമ്മൾ എല്ലാവരിലും ഇത് സംഭവിക്കാം എന്ന് പറയാനുള്ളൊരു
ബുദ്ധിമുട്ട് ഇതിനകത്തുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത്. സബ്ജക്റ്റീവ് ബയസിനുള്ളൊരു പോസിബിലിറ്റിയും ഇവിടെ കാണുന്നുണ്ട് കേസ് സ്റ്റഡിയിൽ. ദെൻ സർവേയിൽ എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ഉണ്ട്, ടെലിഫോണിക് ഇൻ്റർവ്യൂ, ഓൺലൈൻ ഇൻ്റർവ്യൂ, ക്വസ്റ്റ്യർ. ഈ മെത്തേഡിലൂടെയൊക്കെ നമുക്ക് സർവേ വെച്ച് ഡാറ്റ എടുക്കാം. അപ്പം ഇതിൽ ഒരു ഡിസഡ്വാൻറ്റേജ് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഡാറ്റ കൊടുക്കുമ്പോൾ ഒരു സോഷ്യൽ ഡിസൈറബിലിറ്റിയുടെ പേരിൽ നമ്മൾ ചിലപ്പം ജെന്യുവിൻ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ചിലപ്പോൾ കൊടുക്കുന്നില്ല എന്ന് വരാം. അതാണ് സർവേയുടെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത്. ദെൻ സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. അവിടെ നമുക്ക് കൺട്രോൾ ഇല്ല. ബിക്കോസ് എന്താണ് അവിടെ സംഭവിക്കുന്നത് നമുക്കറിയില്ല. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങൾ വന്നാലും നമ്മളുടെ ഡാറ്റ കളക്ഷനെ അത് ബാധിക്കും. അതാണ് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത്. പക്ഷേ ജെനുവിൻ ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെ മനസ്സിലാക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ദെൻ എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. ഇതിലാണ് ഈ ഒരു എക്സ്പെരിമെൻ്റൽ മെത്തേഡിൽ മാത്രമാണ് നമുക്ക് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിന് ശേഷം നമ്മൾ പറഞ്ഞതാണ് കോറിലേഷൻ മെത്തേഡ്. കോറിലേഷൻ മെത്തേഡിൽ നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ള കാര്യം മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അത് ഏതിന് കാരണമാകുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ കോറിലേഷൻ മെത്തേഡിൽ നമുക്ക് 3 രീതിയിൽ നമ്മൾക്ക് ആ കോറിലേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എക്സ് ആക്സിസിൽ അല്ലെങ്കിൽ ഇന്റലിജൻസ് കൂടുന്തോറും ഹാപ്പിനെസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് കോറിലേഷൻ ആണ് കാണിക്കുക. ഇന്റലിജൻസ് കൂടുന്നതിനനുസരിച്ച് ഹാപ്പിനെസ് കുറയുകയാണെങ്കിൽ അതൊരു നെഗറ്റീവ് കോറിലേഷൻ ആണ് കാണിക്കുക. ഇന്റലിജൻസും ഹാപ്പിനെസ്സും തമ്മിൽ ഒരു രീതിയിലും കോറിലേഷൻ കാണുന്നില്ല. അതായത് ഇന്റലിജൻസ് കൂടി നിൽക്കുന്ന വ്യക്തികളിൽ ഹാപ്പിനെസ് കൂടി നിൽക്കുന്നില്ല, അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു ബന്ധങ്ങൾ കാണുന്നില്ലെങ്കിൽ അതൊരു സീറോ കോറിലേഷൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ദെൻ റിസർച്ച് എത്തിക്സ്. വളരെ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ് റിസർച്ച് എത്തിക്സ് എന്ന് പറയുമ്പം. ഒരിക്കലും ഒരു പാർട്ടിസിപ്പൻറ്റിനും ഹാം കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റ്സിനും അവരെ വിധേയമാക്കാൻ പാടില്ല. അവർക്ക് ഏത് സമയത്തും അവരുടെ എക്സ്പെരിമെൻറ്റിൽ നിന്ന് അവർക്ക് ലീവ് ചെയ്യാനുള്ള റൈറ്റ് നമ്മൾ ഉണ്ട്. അതുപോലെ പാർട്ടിസിപ്പൻസിൻ്റെ പ്രൈവസി, അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഡിസെപ്ഷൻ ആകാം. അത് ഡിസെപ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു എല്ലാ കാര്യങ്ങളും നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് അവിടെ പറഞ്ഞില്ലെങ്കിലും പിന്നീട് അത് ഡീബ്രീഫ് ചെയ്ത് ഇതുകൊണ്ടാണ് നമ്മളത് അപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാതിരുന്നത് എന്ന് നമ്മൾ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കണം. ദെൻ അവരുടെ ഒരു കൺസെൻറ്റ് എപ്പോഴും നമ്മളുടെ കയ്യിലുണ്ടാവണം. ഒരു റിട്ടേൺ കൺസെൻറ്റ്, അല്ലെങ്കിൽ അവരുടെ ഒരു അവർക്ക് ഈ ഒരു റിസർച്ചിന് അവർ വില്ലിങ് ആണെന്നുള്ളൊരു ഇൻഫർമേഷൻ അവരുടെ അടുത്ത് നമ്മൾ കളക്ട് ചെയ്തിരിക്കണം. ദെൻ അടുത്തത് സൈക്കോളജി ഇൻ ഇന്ത്യ. അപ്പം ഇന്ത്യയിൽ സൈക്കോളജിയുടെ ഒരു പ്രോഗ്രസ് ആണ്, ഹിസ്റ്ററി. അതിനകത്ത് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ടയിലാണ് ഫസ്റ്റ് ഇത് തുടങ്ങിയത്, സൈക്കോളജി ഒരു വിഷയമായിട്ട് തുടങ്ങിയത്. ദെൻ സൈക്കോളജി കോഴ്സസ് പിന്നീട് മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ദെൻ ഇന്ത്യൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു സെയിം ഇയറിൽ തന്നെ. ആ ജേർണൽ ഫസ്റ്റ് ഇന്ത്യൻ ജേർണൽ ഓഫ് സൈക്കോളജി വന്നത്. ദെൻ മുസ്ലിം യൂണിവേഴ്സിറ്റി സൈക്കോളജി സ്റ്റാർട്ട് ചെയ്തു. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ സൈക്കോളജി കോഴ്സസ് സ്റ്റാർട്ട് ചെയ്തു. ദെൻ നിംഹാൻസ്, അതും വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മൾ ഏറ്റവും ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള ലെവലിൽ സൈക്കോളജിക്കൽ സ്റ്റഡീസും റിസർച്ചസും എല്ലാം ഫങ്ഷൻ ചെയ്യുന്ന ഒരു സെൻറ്ററാണ്. ബാംഗ്ലൂരിൽ 1974 സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതുപോലെ വേരിയസ് ജേർണൽസ് ഉണ്ട്, ദെൻ വേരിയസ് റൈറ്റിംഗ്സ് ഉണ്ട്, വേരിയസ് അസോസിയേഷൻസ് ഉണ്ട്, സൈക്കോളജി അസോസിയേഷൻസ് ഇൻ ഇന്ത്യ. ഇതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ലൈക്ക് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് സൈക്കോളജി, ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ക്ലിനിക്കൽ സൈക്കോളജി, നാഷണൽ അക്കാഡമി ഓഫ് സൈക്കോളജി, എക്സെട്ര. സോ വിത്ത് ദാറ്റ് I'm trying to conclude our session. നമ്മളിപ്പം ഒന്നുകൂടി ഞാൻ പറയാം. ഡെഫിനിഷൻ നമ്മൾ മനസ്സിലാക്കി, ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് മനസ്സിലാക്കി, സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, ഫീൽഡ്സ് ഓഫ് സൈക്കോളജി മനസ്സിലാക്കി, ദെൻ സ്റ്റെപ്സ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ചസ് മനസ്സിലാക്കി, റിസർച്ച് മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി, ദെൻ റിസർച്ച് എത്തിക്സ് നമ്മൾ പറഞ്ഞു. എത്തിക്സ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ റിസർച്ച് മെത്തേഡ്സ് എങ്ങനെയാണെന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കണം. ദെൻ സൈക്കോളജി ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ സൈക്കോളജിയുടെ ഒരു പ്രോഗ്രസ് ആണ് നമ്മൾ മനസ്സിലാക്കിയത്. ഫൈനലി സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ എന്ന് പറയുന്ന ഒരു കാര്യം, സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് ഓർ മെൻ്റൽ പ്രോസസ്സസ്
ഇതാണ് നമ്മൾ സൈക്കോളജിയിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പറയുന്ന ഒരു ഡെഫിനിഷൻ. ദെൻ സ്കൂൾസ് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് ഫിനിഷ് ചെയ്തു. ഇനി അടുത്തൊരു ഷെഡ്യൂൾ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടും. അപ്പം അതിനു മുന്നേ നിങ്ങൾ ഇതൊന്ന് വായിച്ച് പ്രിപ്പയർ ആയി വരാം. ഓക്കെ, താങ്ക് യു, നമസ്കാരം.